السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സ്നേഹം നിറഞ്ഞ യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ആത്മീയമായ ചൈതന്യം കൊണ്ട് ആത്മീയമായ സ്ഥാനം അല്ലാഹു കൊടുത്തതിൻ്റെ പേരിൽ ആ നിഅമത്തിനാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയായ ആശയം യാതൊരു പ്രകോപനവും ഇല്ലാതെ, ബലപരീക്ഷണങ്ങളില്ലാതെ വളരെ കൃത്യമായി സമൂഹത്തിന് പ്രബോധനം ചെയ്യുകയും അതനുസരിച്ച് എത്രയോ ജനങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാനും സ്വീകരിച്ചവർ ഭക്തിയോടുകൂടെ ജീവിക്കാനും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരവും സ്നേഹവും ലഭിക്കുകയും ഇന്നും ആ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
മഹാനവറുകൾ അനുസ്മരിക്കപ്പെടുന്ന ഒരു മാസമാണ്. മറ്റ് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതോടുകൂടി ഈ മഹത്തായ റജബ് മാസം നമ്മൾ ഫത്ഹുൽ മുഈൻ ഓതിയവർക്കറിയാം, നമുക്ക് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് നടന്നതും അങ്ങനെ ധാരാളം സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ മഹത്തായ ഒരു മാസമാണ് എന്നതിന്റെ പുറമെ പരിശുദ്ധ ഖുർആൻ മിൻഹാ അർബഅത്തുൻ ഹുറും 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പ്രത്യേകം പവിത്ര മാസങ്ങളാണ് എന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹു അൽഅസീസ് അടക്കമുള്ള ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുമുള്ള എല്ലാ മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലുത് അവന്റെ വിശ്വാസമാണ്, ഈമാനാണ്. കാരണം ഒരാൾ മുസ്ലിമാകുന്നത് വിശ്വാസം ക്ലിയർ ആകുമ്പോഴാണ്. നമുക്കറിയാമല്ലോ, അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞതിനാൽ അബൂജഹൽ ഒരു മുഅ്മിനായിട്ടില്ല. അല്ലെങ്കിൽ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ മുഅ്മിനീങ്ങളായിട്ടില്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പറഞ്ഞത് തന്നെ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഉഇദ്ദത്തിൽ ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക് തയ്യാറാക്കപ്പെട്ടതാണ് സ്വർഗം. അതിൽ അബൂജഹൽ പെടില്ല എന്ന് ഉറപ്പല്ലേ? അബൂജഹലിന് സ്വർഗം കിട്ടും എന്ന് പറയുന്ന വല്ല മുസ്ലിം നാമധാരിയും ഉണ്ടോ? മുസ്ലിം എന്തായാലും ഉണ്ടാവില്ല. മുസ്ലിം നാമധാരിയും ഇല്ലല്ലോ. അബൂജഹലിന് സ്വർഗം കിട്ടും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അബൂലഹബിന് സ്വർഗം കിട്ടും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? സയസ്ലാ നാറൻ ദാത്തൽ ഹബ്, അവൻ നരകത്തിലാണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പ്രഖ്യാപിച്ചതല്ലേ? അങ്ങനെ വരുമ്പോ എന്തേ അവർക്ക് ഈ 2 നിബന്ധനകൾ ഒത്തിട്ടില്ല? ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതുണ്ടായിട്ടില്ല. വറുസുലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുക എന്നതും ഉണ്ടായിട്ടില്ല. അബ്ദുല്ലാക്ക് ജനിച്ച, ആമിന പ്രസവിച്ച ഒരു മുഹമ്മദ് ഉണ്ട് എന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അവർ കണ്ടതല്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കലാവില്ല. മറിച്ച് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അല്ലാഹു തആല നിയോഗിച്ച റസൂലാണ് എന്ന് വിശ്വസിക്കുമ്പോഴേ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കലാവുള്ളൂ. ഇതുപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റൈനിക്കാരായ ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, അഥവാ ഞങ്ങൾക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം, ഞങ്ങളുടെ പിന്നിലുള്ള ആളുകൾക്ക് അത് പോയി പ്രബോധനം ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് ഓ നബിയെ ഞങ്ങൾക്ക് അത്തരത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അമറഹും ബി അർബഈൻ, 4 കാര്യങ്ങൾ കൽപ്പിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം അമറഹും ബിൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം. അവിടെ തന്നെ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അതിന്റെ ശേഷം എന്താണ് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ ചെയ്തു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു എന്ന് തന്നെ ബുഖാരിയിൽ നമുക്ക് കാണാം. അതെന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്,
അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ഞാൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ച റസൂലാണ്. ഇത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. എന്നാലേ അല്ലാഹുവിൽ വിശ്വസിക്കലാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തഫ്സീർ ചെയ്തു കൊടുത്തു എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പോ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോ ക്രിസ്തുമതം ഉണ്ട് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ക്രിസ്തുമതം വിശ്വസിച്ചവനാവോ? അല്ലെങ്കിൽ ഹിന്ദുമതം ഉണ്ട് എന്ന് പറഞ്ഞു, ഞാൻ ഹിന്ദുമതം വിശ്വസിച്ചവനാവോ? ഞാനിവിടെ ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാവോ? ഞാനിവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരാൾ, ഞാനാകണ്ട ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ ഇസ്ലാം മതം ഉണ്ട് എന്ന് പറഞ്ഞു, അയാൾ ഇസ്ലാം മതം വിശ്വസിച്ച ആളാവോ? ഇല്ലല്ലോ. വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാലേ വിശ്വസിക്കലാവുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചാലേ അല്ലാഹുവിൽ വിശ്വസിക്കലാവുകയുള്ളൂ. അല്ലാത്തത് അല്ലാഹ് എന്ന് പറയലേ ആവുള്ളൂ, വിശ്വസിക്കലാവില്ല. ഇതാണ് ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയം. അത് വളരെ വ്യക്തമാണ്. ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, സ്വർഗ്ഗം തയ്യാർ അല്ലാഹുവിലും അവന്റെ മുർസലീങ്ങളിലും വിശ്വസിച്ചവർക്ക് തയ്യാർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ആയത്ത് കൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ സ്വർഗം പടക്കപ്പെട്ട് കഴിഞ്ഞതാണ് എന്ന് തെളിവായി ഉദ്ധരിച്ച ഒരായത്താണ്. സ്വർഗം അപ്പൊ പിന്നീട് പടക്കുകയല്ല, ഒഴുദ്ധത്ത് എന്ന് പറഞ്ഞു, തയ്യാർ, അത് തയ്യാറാക്കിപ്പെട്ട് കഴിഞ്ഞു. ആ സ്വർഗത്തിൽ കടക്കുന്നവർ ആരാണ്? ലില്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചവർ, വറസൂലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളിലും വിശ്വസിച്ചവർ, അവർ മാത്രമാണ് സ്വർഗവാസികൾ. ഇത് നമ്മുടെ വിശ്വാസമാണ്, ഖുർആൻ പഠിപ്പിച്ച വിശ്വാസം. അപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മളിപ്പോ അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? വേറെ ഒരാൾക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാം, അല്ലാഹുവിലും മുർസലീങ്ങളിലും വിശ്വസിച്ചവരൊക്കെ നരകത്തിലാണ്, അങ്ങനെ പറയാൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇത് നമ്മളെ സ്വാതന്ത്ര്യം. ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസം പറയാനുള്ള സ്വാതന്ത്ര്യം. മറ്റൊരാളെ അടിച്ചേൽപ്പിക്കൽ ഇല്ല. ഒരാൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അത് വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതെ പോകാം. ഈ ഭൗതിക ലോകത്ത് അതിന്റെ പേരിൽ നടപടികളൊന്നും ഇല്ല. അതിന്റെ പേരിൽ ചീത്ത വിളിക്കൂല, അതിന്റെ പേരിൽ തെറി വിളിക്കൂല, അതിന്റെ പേരിൽ ആക്രമിക്കൂല, അതിന്റെ പേരിൽ യാതൊരു ദ്രോഹവും ചെയ്യൂല. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് പോകാം. അതല്ലേ ലക്കും ദീനുക്കും വലിയ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമീപത്ത് വന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്തൂടെ? അല്ലാഹ് മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന്. അങ്ങനെ എന്തിനാ? അല്ലാഹുണ്ടെന്ന് അറിയാം, കുറച്ചൊക്കെ അല്ലാഹനെ ആരാധിക്കാം, കുറച്ചൊക്കെ വേറെ വലിയ സാധനം ആരാധിക്കാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ആയിക്കൂടെ? ഞങ്ങളും കുറച്ച് ആരാധിക്കാം, നിങ്ങൾ കുറച്ച് ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ അതും നിങ്ങൾ ആരാധിക്കും, അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ് ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴല്ലേ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അനാ ആബിദും മാ അഅബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്തവരെ, ചില ധാരണ കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത വിളിയാൻ ധരിക്കുന്നവരുണ്ട്. കാഫിർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ രാവിലെയും വൈകുന്നേരവും ചെല്ലൽ സുന്നത്തുണ്ട്. എന്ത്? കഫർതു ബിൽ ജിബ്തി വ താവൂത്ത്, ഞാൻ ജിബ്തു താവൂത്തിനെ വിശ്വസിക്കുന്നില്ല. കഫർതു എന്നാണ് എന്റെ നേരെ അർത്ഥം, കാഫിറായി. അപ്പൊ കഫറ എന്ന് പറഞ്ഞാൽ അതൊരു ചീത്ത വാക്കാണ് എന്നാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല.
വിശ്വസിക്കാത്തവർ, നിഷേധിക്കുന്നവർ, അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട്. എന്ന് മാത്രമല്ല, അതിന് കൃഷി ചെയ്യുന്നവർ എന്ന് വരെ അർത്ഥമുണ്ട്. യുജിബുൽ കുഫാറ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതെ, സസ്യങ്ങൾ കൃഷി ചെയ്യുന്നവർ, അവർക്കും കുഫാർ എന്ന് പറയും. കാഫർ എന്നതിന്റെ ബഹുവചനമാണ് കുഫാർ. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്ത്രീകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു, സ്ത്രീകൾ പലരും നരകത്തിൽ ഞാൻ കണ്ടു. അപ്പൊ എന്താണ് അതിന് കാരണം പറഞ്ഞത്? യക്ഫുർന, അവർ കുഫർ ചെയ്യുന്നവരാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യക്ഫുർന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണോ നബിയെ തങ്ങൾ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, അല്ല, യക്ഫുർനൽ അശീർ. അതിന്റെ അർത്ഥം, അതേ, ഭർത്താക്കന്മാർക്ക് അവർ ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്നതിന് പകരം അത് മൂടിവെക്കുന്ന, നന്ദികേട് ചെയ്യുന്നവർ, അങ്ങനെ ചില സ്ത്രീകളുണ്ട്. അവിടെ യക്ഫുർന എന്നാ പറഞ്ഞത്. അങ്ങനെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുമ്പൊരിക്കൽ വിശദമായി വിവരിച്ചൊരു സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്ന ആരാധനയല്ല എൻ്റെ ആരാധന, നിങ്ങൾ ആരാധനയല്ല എൻ്റെ ആരാധന, എൻ്റെ ആരാധനയല്ല നിങ്ങൾ ആരാധന. നിങ്ങൾ ആരാധന തന്നെ കുറെ മുട്ടും പാട്ടും അതുപോലെ തന്നെ പല പരിപാടിയാണ്. എൻ്റെതൊക്കെ അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ചുള്ള ആരാധനയാണ്. വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ആരാധിക്കുന്നത് പല സൃഷ്ടികളെയാണ്, ഞാൻ ലോക സട്ടാവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ അഡ്ജസ്റ്റ് ഒന്നുമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി പോകാം, എനിക്ക് എന്റെ മതവുമായി നീങ്ങാം. ഇതല്ലേ ഖുർആൻ പഠിപ്പിച്ച വിശാലമായ കാഴ്ചപ്പാട്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഭൂമിയിൽ നമ്മളെ വിശ്വാസപ്രകാരം അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളാക്കി, നമ്മെ വിശ്വാസികളാക്കി, അല്ലാഹുവിലും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നവരാക്കി. അങ്ങനെ വിശ്വസിച്ചവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ആ മുഅ്മിനീങ്ങളായി അല്ലാഹു ജീവിപ്പിച്ച്, മുഅ്മിനീങ്ങളായി നമ്മെ അല്ലാഹു മരിപ്പിക്കുമാറാകട്ടെ. അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം മുഴുക്കെ ചിന്തിക്കുന്നതും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഈമാനോടുകൂടെ മരിക്കാനാണ്, മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനാണ്. എന്നാൽ ഭൂമി ലോകത്ത് ഈമാനിലേക്ക് വിളിക്കുമ്പോൾ അതിലേക്ക് വരാത്ത കുറെ കക്ഷികൾ ഉണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ സൂറത്ത് എല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. ഒന്നാമത് ഇറങ്ങിയത് എന്നല്ല, മുസ്ഹഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർഡർ പ്രകാരം ക്രോഡീകരിക്കപ്പെട്ടത് അങ്ങനെയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ 2-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ അൽ ബഖറയുടെ തുടക്കം തന്നെ ആദ്യം മുഅ്മിനീങ്ങളെ ലക്ഷണം പറഞ്ഞു. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധ ഖുർആൻ സന്മാർഗം നൽകുന്ന കക്ഷികൾ ആരാണ്? പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് സന്മാർഗത്തിൽ എത്തുന്നവർ ആരാണ്? അല്ലാഹു തആല പറഞ്ഞു, ആ മഹത്തായ ഗ്രന്ഥം അഥവാ ഈ മഹത്തായ ഖുർആൻ ലാ റൈബ ഫീ, അതിൽ സംശയത്തിന് അവകാശമില്ല. അത് വളരെ കൃത്യമാണ്. ഒരു വ്യക്തി ഒരു നാട്ടിൽ എല്ലാവരുടെയും മുന്നിൽ ജീവിക്കുന്നു. ആ വ്യക്തി 40 കൊല്ലത്തോളം ജീവിക്കുന്നു. എല്ലാ ചാബല്യങ്ങൾക്കും മനുഷ്യൻ അടിമപ്പെട്ടു പോകാൻ കാരണമാകുന്ന കൗമാരപ്രായവും യുവത്വവുമൊക്കെ അങ്ങനെ കഴിയുന്നു.
പക്ഷേ ചുറ്റുഭാഗം മുഴുവനും മലീമസമായ അന്തരീക്ഷമാണ്. എവിടെ നോക്കിയാലും എത്രയോ തെറ്റുകളും കുറ്റങ്ങളുമാണ്. നല്ലത് ചെയ്യുന്നവരില്ല, അതേ തെറ്റായത് ചെയ്യാത്തവരും ഇല്ല. പെൺകുട്ടികളെപ്പോലും കുഴിച്ചു മൂടുന്നു ജീവനോടെ. അക്രമങ്ങളും അരാജകത്വവും നടമാടുന്നു. കളവും വ്യഭിചാരവും നടക്കുന്നു. എല്ലാ തെറ്റുകുറ്റങ്ങളും നടക്കുന്നു. പരസ്പരം സുബ്ഹാനല്ലാഹ് പോരടിക്കുന്നു. അങ്ങനെ എല്ലാ തെറ്റുകളും നടമാടുന്ന ഒരു സാഹചര്യം. അവിടെ ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിച്ച് വളരുന്നു. ആ കുട്ടിയിൽ ഒരു ദുസ്വഭാവവും കാണുന്നില്ല. ആ കുട്ടി ജീവിതത്തിൽ ഒരു കളവ് പറയുന്നില്ല, പറഞ്ഞിട്ടില്ല. ആ കുട്ടി ഒരു വാക്ക് ലംഘിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. വല്ലാത്ത നീതിയോടുകൂടെ ജീവിക്കുന്നു. എന്തിനധികം പറയണം, മുല കുടിക്കുന്ന സമയത്ത് പോലും സുബ്ഹാനല്ലാഹ് ഒരു മുല കുടിക്കാൻ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കുന്നു, മറ്റൊരു മുല ആ കാലഘട്ടത്തിൽ പ്രസവിക്കപ്പെട്ട സ്വന്തം മകന് വേണ്ടി മാറ്റിവെക്കുന്നു. ആ മകന് കുടിക്കാനുള്ള മുല കൊടുത്താൽ പോലും ഈ കുട്ടി കുടിക്കൂല, നിശ്ചയിക്കപ്പെട്ടത് മാത്രമേ കുടിക്കൂ. ഈ രൂപത്തിൽ വളർന്ന് വലുതാകുന്നു. കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആളുകളെല്ലാം കല്ലെടുത്തു കൊണ്ടുപോകുന്നു. ആ കല്ല് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ചുമല് വേദനിക്കാതിരിക്കാൻ എല്ലാവരും ഉടുത്ത തുണി അഴിച്ചിട്ട് കല്ലിന്റെ ചുവടെ തെരുക വെക്കുന്നു. ഈ ചെറുപ്പക്കാരൻ അത് വെക്കാൻ തയ്യാറല്ല, വെക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, നടന്നിങ്ങനെ പോകുമ്പോ കല്ലുകൾ സലാം പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു, അതേ അനുഭവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായി. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പറയട്ടെ, ആ വ്യക്തി ജീവിതത്തിൽ എഴുത്ത് പഠിച്ചിട്ടില്ല, എവിടെയും പോയി വായന പഠിച്ചിട്ടില്ല, ഒരു ഗുരുനാഥന്റെ മുന്നിലും ഇരുന്നിട്ടില്ല, നിന്നിട്ടില്ല, കിടന്നിട്ടില്ല. ആ വ്യക്തി ഒരു 40 വയസ്സ് വരെ ജീവിതം വളരെ സംശുദ്ധമാണ്. ഒരു വേണ്ടാത്തതിനും പോയിട്ടില്ല. എല്ലാവരും വിഗ്രഹങ്ങൾക്ക് തലകുനിക്കുമ്പോൾ തലകുനിച്ചിട്ടില്ല. പലരും കള്ളു കുടിക്കുമ്പോൾ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ല. പലരും ചീത്ത വിളിക്കുമ്പോൾ ഒരു തെറിയും നാവിലൂടെ വന്നിട്ടില്ല. പലരും കള്ളം പറയുമ്പോൾ ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. പലരും വാക്ക് ലംഘിക്കുമ്പോൾ ഒരു ലംഘനവും ജീവിതത്തിൽ വന്നിട്ടില്ല. പലരും കുടുംബബന്ധം മുറിക്കുമ്പോൾ കുടുംബബന്ധം ചേർക്കുകയല്ലാതെ ഇങ്ങോട്ട് മുറിച്ചവരോട് അങ്ങോട്ട് ചേർക്കുകയല്ലാതെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പാവപ്പെട്ടവരെ പലരും അവഗണിക്കുമ്പോൾ ആ പാവപ്പെട്ടവരെ ഏറ്റെടുത്തവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന സ്വഭാവമല്ലാതെ കണ്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി എല്ലാ ഉന്നതമായ സ്വഭാവ മഹത്വങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു വ്യക്തി. പക്ഷേ എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല. ഒരു ദിവസം അതാ ലോകത്തുള്ള എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന വിധം മഹത്തായ ഒരു ഗ്രന്ഥവുമായി വരുന്നു, വെല്ലുവിളിക്കുന്നു. ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ, അറബി സാഹിത്യകാരന്മാർ ജീവിക്കുന്ന കാലത്തൊരാൾക്കും ആ വെല്ലുവിളി നേരിടാൻ കഴിയുന്നില്ല. അഫലാ തഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ചിന്തിച്ചുകൂടെ? ഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി, ഞാനൊരു 40 കൊല്ലത്തോളം നിങ്ങളിൽ ജീവിച്ചില്ലേ? അന്ന് ഞാൻ വായന പഠിച്ചോ, എഴുത്ത് പഠിച്ചോ? എന്റെ ആ ജീവിതത്തിൽ ഒരു ചെറിയ അപാകത നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഈ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ലോകത്തിന് മുഴുവനും ധാരാളം വിവരണങ്ങൾ നൽകുന്ന, പലതിലേക്കും വിരൽ ചൂണ്ടുന്ന, അതേ മുൻകഴിഞ്ഞ ചരിത്രങ്ങൾ കൃത്യമായി വിവരിക്കുന്ന, ഇനി വരുന്ന പലതും പ്രവചിക്കുന്ന, അങ്ങനെ പല പല അത്ഭുതങ്ങളുള്ളൊരു ഗ്രന്ഥം കൊണ്ടുവന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അഫലാ തഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഒരു സാധാരണ മനുഷ്യന് ഇത് സാധിക്കുമോ? ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ?
പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ പറഞ്ഞില്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖുർആൻ ലാ റൈബ ഫീഹ്, സംശയത്തിനൊരു അവകാശവും ഇല്ല, ഹുദൽ ലിൽ മുത്തഖീൻ. പക്ഷേ ആ ഖുർആൻ കൊണ്ട് എല്ലാവരും സന്മാർഗത്തിലെത്തില്ല. പിന്നെ ലിൽ മുത്തഖീൻ, ഭക്തിയിലേക്ക്, വിശ്വാസത്തിലേക്ക്, കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ആ സത്യവും ശരിയും നീതിയും അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് അത് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന, സന്മാർഗത്തിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമാണ്. അവരുടെ വിശേഷണം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ കാണാത്ത, കണ്ടറിയാത്ത, തൊട്ടറിയാത്ത, കേട്ടറിയാത്ത, സ്പർശിച്ചറിയാത്ത, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ കഴിയാത്ത, അതേ സമയത്ത് അല്ലാഹു പറഞ്ഞേച്ചവരാണ് എന്നതിന് ബുദ്ധിപരമായ 1000 തെളിവുള്ള ആ മഹാൻ പറയുന്നത്, ജീവിതത്തിൽ ഒരു കളവും പറയാത്ത ഒരു വ്യക്തി അല്ലാഹുവിനെ കുറിച്ച് കളവ് പറയുമോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു കളവാണ് പറഞ്ഞതെങ്കിൽ ആ കളവ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അതാ യുദ്ധത്തിനിറങ്ങുമോ? ആ യുദ്ധം ഇറങ്ങേണ്ടി വന്നത് എപ്പോഴാണ്? അതേ സാഹചര്യം യുദ്ധത്തിലേക്ക് എത്തിച്ചതാണ്. സ്വന്തത്തിൽ പറയുന്നൊരു സത്യം അംഗീകരിക്കാത്തതിന്റെ പേരിൽ യുദ്ധം ചെയ്തിട്ടില്ല. അതേ 13 വർഷത്തോളം മക്കയിൽ പ്രബോധനം ചെയ്തിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. ആക്രമിച്ചവരുടെ അക്രമം സഹിക്കാതെ നാട് വിട്ടു പോവുകയാണ് ചെയ്തത് സ്വതന്ത്രമായി. ആ പോയ വഴിക്കും കൊല്ലാൻ വേണ്ടി അതാ ആളുകളെ പറഞ്ഞ് ചിരിക്കുന്നു. 100 ഒട്ടകം സമ്മാനമാണ്. അവിടെയെല്ലാം പടച്ചവന്റെ സംരക്ഷണം മുഖേന രക്ഷപ്പെട്ടിങ്ങനെ പോവുകയാണ്. ജുഹഫയിലെത്തുകയാണ്. ജുഹഫയിലെത്തിയപ്പോൾ സ്വന്തം ജന്മനാട്ടിലേക്ക് മനസ്സിനൊരാഗ്രഹം തോന്നുകയാണ്. അപ്പോഴല്ലേ പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കി കൊടുക്കുന്നു. നബിതങ്ങൾ അത് ഓതുന്നു. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ഓ ഖുർആൻ അങ്ങേക്ക് തന്ന നബി അല്ലാഹുവില്ലേ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ലറാദ്ദുക ഇലാ മആദ്. ഇന്ന് അക്രമം സഹിക്കാതെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കൊല്ലാൻ വേണ്ടി യുവാക്കൾ വളഞ്ഞ സാഹചര്യത്തിൽ ഇറങ്ങി വന്നവരാണല്ലോ നബിയെ. പക്ഷേ അല്പവും വ്യാകുലപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. ലറാദ്ദുക ഇലാ മആദ്, തങ്ങൾ വന്ന മക്കയിലേക്ക് തങ്ങളെ നിശ്ചയം അല്ലാഹു തിരിച്ചെത്തിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഇറങ്ങിയതല്ലിത്. എന്തെങ്കിലും അശാവഹമായ വിജയം കഴിഞ്ഞിട്ടിറങ്ങിയതല്ലിത്. അങ്ങോട്ട് മദീനയിലേക്ക് പോകുമ്പോൾ ഇറങ്ങിയതാ. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ആ പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാടായ ജന്മനാട്ടിലേക്ക് ഭരണാധികാരിയായി തിരിച്ചു വന്നില്ലേ? സുഹൃത്തുക്കളെ, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതൊക്കെയും ഇവിടെ നടന്നില്ലേ? ഏതെങ്കിലും ഒന്ന് പൊട്ടിയോ? എത്ര സുഖമുണ്ടായിരുന്നു അബൂലഹബിന്. കാരണം അവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അബൂലഹബ് നരകത്തിൽ കടക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി, ഖുർആനിനെ ഒന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി ആ അബൂലഹബിന് പ്രത്യക്ഷമായിട്ടെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് അയാൾക്ക് പറഞ്ഞുകൂടെ ഞാൻ നരകത്ത് കടക്കൂലല്ലോ എന്ന് പറഞ്ഞുകൂടായിരുന്നു? പക്ഷേ അത് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ. കാരണം ഖുർആൻ പറഞ്ഞു അവൻ നരകത്തിൽ കടക്കും. അവനൊരു ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ പോലും കഴിഞ്ഞില്ല. ഖുർആൻ പറഞ്ഞതെല്ലാം വളരെ വ്യക്തമായി ഇവിടെ തെളിഞ്ഞു.
ഒന്നും രണ്ടും മൂന്നും ഉദാഹരണങ്ങളല്ല. വാഹനങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അതേ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ. അന്നുള്ള വാഹനങ്ങൾ ഖുർആൻ കുതിരയും ഗോവർ കഴുതയും അതുപോലെ ഒട്ടകവും പലതും പലതും ഖുർആൻ എണ്ണി. എന്നിട്ടോ ഖുർആൻ പറഞ്ഞു വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയാത്ത പലതും വാഹനങ്ങളായി നിങ്ങൾക്ക് പിന്നീട് പടച്ചവൻ സൃഷ്ടിച്ചു തരും. ഒരുപാട് വാഹനങ്ങൾ വരും. സുബ്ഹാനല്ലാഹ്, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ തഫ്സീർ ജലാലൈനിൽ പോലും കാണാം. മിനൽ അശിയഇൽ അജീബത്തിൽ ഗരീബത്തി, അത്ഭുതകരമായ ആശ്ചര്യജനകമായ ഇപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് വാഹനങ്ങൾ പിന്നീട് വരുമെന്നാണ് അല്ലാഹു പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ കയറി പോവുകയാണ്. ഇങ്ങനെ ഖുർആൻ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയപ്പോ ആ പ്രവചനങ്ങൾ അനുഭവിക്കുന്ന നമ്മൾ ഈമാൻ വർദ്ധിക്കേണ്ടവരല്ലേ? വിശ്വാസം വർദ്ധിക്കേണ്ടവരല്ലേ? വിശ്വാസം നശിക്കേണ്ടവരല്ലല്ലോ, വിശ്വാസം ശോഷിക്കേണ്ടവരല്ലല്ലോ, വിശ്വാസം ദുർബലപ്പെടേണ്ടവരല്ലല്ലോ. നിന്ന നൃത്തത്തിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനം തെളിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ പ്രവചനങ്ങൾ തെളിഞ്ഞത് നമ്മൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ? പക്ഷേ ഹുദല്ലിൽ മുത്തഖീൻ, എല്ലാവർക്കും ഹിദായത്ത് കിട്ടൂല, അല്ലാഹു നിശ്ചയിച്ചവർക്കേ കിട്ടുള്ളൂ. അങ്ങനെയാണ് അവന്റെ തീരുമാനം. അങ്ങയുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം വിശ്വസിക്കായിരുന്നു. പക്ഷെ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ആളുകളൊക്കെ വിശ്വസിക്കാൻ നിർബന്ധിക്കുകയോ? അങ്ങനെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുന്ന പരിപാടിയേ ഇല്ല. ഖുർആൻ എത്ര അസന്നിഗ്ധമായിട്ടാണ് അത് പ്രഖ്യാപിച്ചത്. അപ്പോ പിന്നെ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം വിശ്വസിക്കുന്നതിലും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിലും മറ്റുള്ളവർക്ക് എന്തിനാണ് പ്രയാസം? ഞാനിന്ന് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു ക്ലിപ്പ് വരുമ്പോ കേട്ടു. അദ്ദേഹം പറയുന്നു, കാന്തപുരത്തിന്റെ വിശ്വാസം ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ തിരിച്ചും അയാൾ വിശ്വസിക്കുന്ന നമ്മളും വിശ്വസിക്കുന്നില്ല. സാധാരണ സാധാരണയല്ലേ, സ്വാഭാവികല്ലേ? കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ വലിയ ഉഷാറാവുന്ന ഒരു കൂട്ടർ വിശ്വസിക്കുന്നു, ഒരു കൂട്ടർ വിശ്വസിക്കുന്നു കോൺഗ്രസ് വന്നാൽ ഉഷാറാവില്ല, ശരിയാവില്ല. സാധാരണയല്ലേ? അതിനുണ്ട് പരസ്പരം ആർക്കെങ്കിലും ഒരു പ്രശ്നം, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ ചോദിക്കലുണ്ട് ആർക്കെങ്കിലും ഒരാൾ. ഒരാൾക്ക് അങ്ങനെ മനസ്സിലാവുന്നു, ഒരാൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നു. സ്വാതന്ത്ര്യമില്ലേ? സുബ്ഹാനല്ലാഹ്, പല കാര്യങ്ങളെ സംബന്ധിച്ചും ബുദ്ധിപരമായി ചിന്തിക്കാൻ സമൂഹത്തിന് കഴിയാതെ പോകുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമ്മേളനം, ആ സമ്മേളനത്തിലേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ ക്ഷണിക്കുവോ? നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വരണം, ഞാനും പോകുന്നുണ്ട് എന്ന് പറയൂലല്ലോ. അങ്ങനെ പറയൂലല്ലോ. കോൺഗ്രസിന്റെ ഒരു സമ്മേളനം, ആ സമ്മേളനത്തിൽ വരണമെന്ന് സുബ്ഹാനല്ലാഹ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ക്ഷണിക്കുവോ? അല്ലെങ്കിൽ അവൻ പോയിട്ട് സ്റ്റേജിൽ കയറിയിരിക്കുവോ? ഇല്ലല്ലോ. ഇതേപോലെ മുസ്ലിമീങ്ങളും മറ്റ് മതക്കാരും വിശ്വസിക്കുമ്പോ ഓരോ മതക്കാരനും അവന്റെ മതം, അതെ, അമ്പലങ്ങളിലേക്ക് സ്വാമിമാര് ക്ഷണിക്കും, അതേപോലെ തന്നെ പള്ളിയിലേക്ക് മുസ്ലിംമാര് ക്ഷണിക്കും, പള്ളിയിൽ മുസ്ലിയാർ ഇമാമത്തുക്കും, അമ്പലത്തില് അവിടെയുള്ള പൂജാരി അതിന് നേതൃത്വം കൊടുക്കും. അതേപോലെ തന്നെ ക്രിസ്തുമതം അവരുടെ ചർച്ചിൽ അവരുടെ അച്ഛന്മാരും പുരോഹിതന്മാരും അവിടെ നേതൃത്വം കൊടുക്കും. ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ടൊരു മതം ഉണ്ടാക്കാന്നാരും വിചാരിക്കരുത്. അങ്ങനെയുണ്ടൊരു ചക്കരച്ചോറ് വെക്കല്, അങ്ങനെ ഒരു കൂട്ടിക്കലർത്തിയുള്ളൊരു മതം ഇല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, ഓരോരുത്തർക്കും അവരവരുടെ മതം. അതെല്ലാം കൂട്ടിച്ചേർത്താലാണ് സൗഹാർദ്ദമാകുക. അത് സൗഹാർദ്ദമല്ല, എല്ലാ മതവും പൊളിക്കലാണ്, എല്ലാ മതവും പൊളിക്കലാണ്. അതെന്ത്? കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കേമ്പംഗങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെന്താ പോകാത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ക്യാമ്പിൽ എന്തേ കോൺഗ്രസ്സുകാർ പങ്കെടുക്കാത്തത്? അതേപോലെ
അവരെന്തേ അതിനുവേണ്ടി അനൗൺസ് ചെയ്യാത്തത്? ഞങ്ങളെ പാർട്ടി നശിച്ചു എന്ന് ഓരോരുത്തർക്കും പറയാനുള്ളത്. എന്നാ പിന്നെ മതം വിശ്വസിക്കുന്നവർക്കും പറയാനുള്ളത് അത് തന്നെയാണ്. അവരുടെ മതം നശിച്ചു പോകും. പാർട്ടികളിൽ, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വിശ്വാസത്തിന്റെ ഒരു 10,000 മടങ്ങല്ല സത്യവിശ്വാസികൾക്ക് ഇസ്ലാമിലുള്ള വിശ്വാസം. അതിനെതിരായി ഇവിടെ ഒരു പുതിയ മതം ആരും കൊണ്ടുവരണ്ട. കൊണ്ടുവന്നാൽ അവർക്കങ്ങനെ കൊണ്ടുവരാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അത് കൊണ്ടുവന്നാൽ മുസ്ലിം സമുദായം അംഗീകരിക്കുകയില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർക്കുമുണ്ട്. ഈ ഒരു അവകാശം വകവെച്ചു കൊടുക്കാൻ ഉള്ള ഒരു വിശാല മനസ്സ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകണം. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നമ്മളാരും അവരവരുടെ വിശ്വാസം, ആ വിശ്വാസവുമായി അവരവർക്ക് ജീവിക്കുന്നതിന് ആരും തടസ്സം പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. പക്ഷേ പരിശുദ്ധ ദീനിന്റെ വിശ്വാസം അത് നിലനിർത്തിയേ പറ്റൂ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, സ്വർഗം തൊട്ടു നോക്കിയിട്ടില്ല, സ്വർഗം രുചിച്ചിട്ടില്ല, സ്വർഗം അതിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാനും അറിയാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അസ്സാദിഖുൽ മസ്ദൂഖ്, സത്യം മാത്രം പറയുന്ന നേതാവാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗമുണ്ട്, ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട് നരകമുണ്ട്, അതുപോലെ മലക്കുകളുണ്ട്, കഴിഞ്ഞുപോയ മുർസലീങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി അന്ത്യനാളുണ്ട്, ഖദറിൽ വിശ്വാസമുണ്ട്, ഖബറിൽ ശിക്ഷയും രക്ഷയുമുണ്ട്. പഠിപ്പിച്ചതെല്ലാം വിശ്വസിക്കുന്നവർക്കാണ് ഖുർആൻ സന്മാർഗം കാണിക്കുന്നതും സന്മാർഗത്തിലേക്ക് ചേർക്കുന്നതും. അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ്. അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ മുറക്ക് നിസ്കാരം നിർവഹിക്കുന്നവരാണ്. നിസ്കരിക്കാതെ പിന്നെ എന്ത് മുസ്ലിം, എന്ത് മൂമിൻ? നിസ്കാരം ഉറക്കെ നിർവഹിക്കുന്നവരാണ് അവർ. ഇവിടെയും നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. ഓ മുസ്ലിമേ, നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മകളുടെ വിവാഹം അങ്കഹത്തുക ബിന്തി എന്ന് പറയാനുള്ള അവകാശം പോലും നിനക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ചു തരൂല എന്നൊരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗിക്കുമ്പോ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിന്റെ നിയമ പറഞ്ഞു നിസ്കരിക്കണം, അല്ലാതെ നിസ്കരിക്കാത്ത കൃഷ്ണനെയും കുമാരനെയും ഒക്കെ നിസ്കരിപ്പിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മുസ്ലിമാണോ അവൻ കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. അപ്പോഴേ അവനൊരു ശരിയായ മുസ്ലിമാവുള്ളൂ. യുഖീമൂന സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. ഒരു യുക്തിവാദിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അതായത് പടച്ചവൻ തന്നതാണ് എന്റെ സമ്പത്ത് എന്ന് വിശ്വാസമില്ല, എന്റെ ആരോഗ്യമെന്ന് വിശ്വാസമില്ല, എന്റെ ശരീരമെന്ന് വിശ്വാസമില്ല. അവനോടല്ലല്ലോ നീ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്, അവനോടല്ലല്ലോ നീ ചെലവഴിക്കണമെന്ന് പറഞ്ഞത്. അല്ലാഹു ഉണ്ടെന്നും അവനല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും ആ അല്ലാഹു തആല ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നിയോഗിച്ചേച്ച അല്ലാഹുവിന്റെ തിരുദൂതരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നും ഉറച്ചു വിശ്വസിക്കുന്നവനോടാണ് പറയുന്നത്. നീ 5 വഖ്ത് നിസ്കരിക്കണം, നീ സക്കാത്ത് നൽകണം, അതുപോലെ ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. നീ മദ്യപിക്കരുത്, നീ വ്യഭിചരിക്കരുത്, നീ കുടുംബബന്ധം മുറിക്കരുത്, നീ ആരെയും ശല്യം ചെയ്യരുത്, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ശല്യം ചെയ്യരുത്, നീ പലിശ വാങ്ങരുത്, കൊടുക്കരുത്, നീ അതാ അന്യപെണ്ണുമായി നീ ബന്ധം പുലർത്തരുത്, അന്യപെണ്ണിനെ നീ മനഃപൂർവ്വം നോക്കരുത്, അന്യപെണ്ണിനെ നോക്കി ആസ്വദിക്കരുത്, അന്യപെണ്ണിനെ സ്പർശിക്കരുത്, അന്യപെണ്ണിന്റെ കൂടെ ഒന്നിച്ചു നിന്ന് തുള്ളരുത്,
നീ അന്യ പെണ്ണുമായി ബന്ധപ്പെടുന്ന ഏർപ്പാടുകൾ നടത്തരുത്. കാരണം എന്തേ? ഖുർആന്റെ ശൈലി കണ്ടോ നിങ്ങൾ? ഖുൽ ലിൽ മുഅ്മിനീൻ, വിശ്വസിക്കുന്നവരോട് പറയൂ നബിയേ. ഖുല്ലിൽ കാഫിരീൻ എന്നല്ല, ഖുല്ലിൽ മുൻകിരീൻ എന്നല്ല, ഖുല്ലിൽ ജാഹിദീൻ എന്നല്ല. ഖുർആൻ നിഷേധിക്കുന്നവരോട് പറയാനല്ല. ഖുർആനിന്റെ നിർദ്ദേശം ഖുല്ലിൽ മുഅ്മിനീൻ, ഖുർആൻ വിശ്വസിക്കുന്നവരോട് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നവരോട് പറയൂ നബിയേ. ഖുല്ലിൽ മുഅ്മിനീന യഖുദ്ദൂ മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അന്യ സ്ത്രീകളിലേക്ക് നോക്കല്ല എന്ന് പറയൂ നബിയേ. ഒരു റിട്ടയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ചോദിച്ചത് കണ്ടാൽ എന്താ വരിക? അതിന്റെ അപ്പുറം അയാൾ എന്താ വരിക? ഇവിടെ മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് അവർ പഠിച്ചത്. അവർ ഖുർആനാണ് പ്രചരിപ്പിക്കുന്നത്, ഖുർആനാണ് പറയുന്നത്. ഈമാനുള്ളവരോട് പറയൂ, അല്ലാതെ വിശ്വാസമില്ലാത്തവനോട് പറഞ്ഞിട്ടില്ല. വിശ്വാസമുള്ളവനോട് പറയൂ, യഖുദ്ദൂ മിൻ അബ്സാരിഹിം, അവൻ ദൃഷ്ടി താഴ്ത്തട്ടെ, അവൻ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്. വയഫ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങൾ, സ്വകാര്യ അവയവങ്ങൾ അവർ തെറ്റുകളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധിയുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതെല്ലാം നിശ്ചയം അല്ലാഹു തആല അറിയുന്നവനാണ്. ഈ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ ചോദ്യമുണ്ട്. അതേ, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഖുർആൻ എത്ര സ്ഥലത്താണ് ആ ഒരു ദിനത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചത്. അൽ ഹാഖത്തു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. അങ്ങനെ എത്ര ആയത്താണ്. അമ്മ യതസാഅലൂന അനിൻ നബഇൽ അളീം. എത്രയോ ആയത്തുകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നു അന്ത്യനാളുണ്ട്. ആ അന്ത്യനാളിൽ എല്ലാ ജനങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ചോദ്യം ചെയ്യപ്പെടാത്തവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല, ആർക്കും കഴിയില്ല. മറ്റുള്ളവരെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം ആ റബ്ബ് ചോദിക്കാൻ പോകുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും. അതെ, ആ ഒരു ദിവസം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ദിവസമാണ്. നഖ്തിമു അലാ അഫ്വാഹിം തുകല്ലിമുനാ ഐദീഹിം. കൈകൾ സംസാരിക്കും ആ ദിനത്തിൽ, കാലുകൾ സാക്ഷി പറയും ആ ദിനത്തിൽ. നഖ്തിമു അലാ അഫ്വാഹിഹിം, അതേ തൊള്ളകൾക്ക് സീലി വെച്ചു പോകും ആ ദിനത്തിൽ. അവിടെ ആർക്കും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, വാക്ക് സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. മലക്കുകൾ അണിയണിയായി വന്ന് വലയം ചെയ്യും, എല്ലാവരും പേടിച്ചു പറക്കും. അങ്ങനെ ഒരു ദിവസമുണ്ട്, അതിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതാണ് യൗമുൽ ആഖിറിലുള്ള വിശ്വാസം. ആ വിശ്വാസമുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് അവരുടെ പാരത്രിക ലോകം വിജയിപ്പിക്കണമെങ്കിൽ എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നത് കൃത്യമായി ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അത് പിന്തുടർന്ന് ജീവിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها. അത് പറഞ്ഞിട്ട് ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. എന്താണ് ശരീഅത്ത്, എന്താണ് നിയമം, എന്താണ് ദീൻ, എന്താണ് ഖുർആനിലുള്ളത്, എന്താണ് ഹദീസിലുള്ളത് എന്നറിയാത്ത മനുഷ്യന്മാരുടെ തടിയിച്ചയെ പിന്തുടർന്ന് പോകണ്ട, ഫോളോ ചെയ്ത് പോകണ്ട. അവർ വിവരമില്ലാത്തവരാണ്, അവരെ ആ ഒരു ഭാഗത്ത് തള്ളിക്കോളൂ. എന്നിട്ട് ഖുർആൻ പഠിച്ചവർ പറയുന്നതനുസരിച്ച് ജീവിച്ചോളൂ. ഇതാണ് ഖുർആനിന്റെ അധ്യാപനം. സുഹൃത്തുക്കളെ, ഈമാന് വേണം. ഏറ്റവും ഉപരി വേണ്ടത് ഈമാനാണ്.
അല്ലാഹു വീണ്ടും പറയുന്നു, വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക, അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ, വമാ ഉൻസില മിൻ ഖബ്ലിക, അങ്ങയ്ക്ക് മുമ്പ് ഇവിടെ വന്ന കുറെ അംബിയാ മുർസലീങ്ങളുണ്ട്, അവർക്ക് ഇറക്കപ്പെട്ടതും വിശ്വസിക്കുന്നവർ, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പാരത്രിക ലോകത്തിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. അവർക്കാണ് ഖുർആൻ സന്മാർഗം കാണിച്ചു കൊടുത്ത് സന്മാർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൽ നിന്നുള്ള സന്മാർഗത്തിന്മേലാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. നിങ്ങളെ ഈ ഭൂമി ലോകത്തുള്ള എന്തെങ്കിലും മത്സരത്തിലുള്ള വിജയമോ, ഈ ഭൂമിയിലുള്ള സാമ്പത്തിക വിജയമോ, ഈ ഭൂമി ലോകത്താരുടെങ്കിലും കയ്യടി വാങ്ങലോ, അതൊന്നും വിജയമല്ല കേട്ടോ. അതൊക്കെ താൽക്കാലികമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഭരണാധികാരിയാണ്, പിറ്റേ ദിവസം തൂക്കിലേറ്റപ്പെടുകയാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളല്ലേ. ഒരു ദിവസം അദ്ദേഹം വലിയ ഉന്നത സ്ഥാനത്താണ്, 2 ദിവസം കഴിയുമ്പോൾ ജയിലിലാണ്. നമ്മൾ കാണുന്നതല്ലേ. ഒരു ദിവസം നല്ല ആരോഗ്യമുള്ളവനാണ്, പിറ്റേ ദിവസം അദ്ദേഹം കുഴഞ്ഞു വീണിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അദ്ദേഹം വലിയ സമ്പന്നനാണ്, പിന്നൽപ്പ ദിവസം കഴിയുമ്പോൾ അവൻ ഏറ്റവും വലിയ ദരിദ്രനാണ്. നേരത്തെ ദരിദ്രനായവൻ ഇന്ന് സമ്പന്നനാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ളത് എന്തിനാണ് നിലനിൽപ്പുള്ളത്? ഇനി ചോദിക്കട്ടെ, നീ ഏത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ മതവിരോധിയോ, നീ ഏത് കക്ഷിയാണെങ്കിലും ചോദിക്കട്ടെ, നിന്റെ തലയിലുള്ള രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? കറുത്ത രോമം വെളുത്തുപോയില്ലേ പ്രധാനമന്ത്രിയുടേതടക്കം? എന്റതും വെളുത്തിട്ടുണ്ട്. അതൊരു ന്യൂനതയാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ അത് കറുത്ത നിലക്ക് നിലനിർത്താൻ, സ്വന്തം തലയിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? എനിക്കധികാരമുണ്ടോ? സ്വന്തം കരളിന് രോഗം വരുന്നത് കാണുന്നില്ലേ? ഹാർട്ടിന് രോഗം വരുന്നത് കാണുന്നില്ലേ? കിഡ്നിക്ക് രോഗം വരുന്നത് കാണുന്നില്ലേ? ബ്രെയിനിന് രോഗം വരുന്നത് കാണുന്നില്ലേ? ചോദിക്കട്ടെ, ഏത് അമേരിക്കയുടെ പ്രസിഡന്റിനാണ്, ഏത് മനുഷ്യനാണ് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ കഴിവുള്ള? രാജാവാരാണ്? ഭരണാധികാരി ആരാണ്? ചോദിക്കട്ടെ, ട്രംപിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയുമോ? ചീഫ് ജസ്റ്റിസിന് റിട്ടയർ ആയിട്ടില്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ, അതാ രോഗം സ്റ്റേ ചെയ്യാൻ കഴിയുമോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പടച്ചവന്റെ അധികാരമല്ലേ ലോകം മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച്, അവൻ ഇറക്കിയ ഖുർആനിൽ വിശ്വസിച്ച്, അവൻ പറഞ്ഞേറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച് നീങ്ങുന്നവർ, അവരാണ് യഥാർത്ഥ വിജയം കൈവരിച്ചവർ. കാരണം അവർക്ക് മരണത്തോടെ അവർക്ക് സമ്മാനമാണ്, അവർക്ക് സന്തോഷമാണ്, ഖബറിൽ സന്തോഷമാണ്, മഹ്ശറിൽ തണലാണ്, അതിനപ്പുറം സ്വർഗമാണ്. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും തീരുന്ന ലോകമല്ല. അവിടെ എതിരാളിയില്ല, വിമർശകനില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തത്തിൽ പറഞ്ഞ ആശയം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്ലിപ്പ് മുറിക്കുന്ന മുറിയന്മാരില്ല, ദ്രോഹിക്കുന്നവരില്ല, കബളിപ്പിക്കുന്ന ദജ്ജാലുകളില്ല, അതേ കള്ളം പറയുന്ന കദ്ദാബുകളില്ല. അവിടെ അക്രമികളില്ല, അവിടെ തലവേദനയില്ല, ജലദോഷമില്ല, ക്യാൻസറും ട്യൂമറും അൾസറുമില്ല, ഒരു രോഗവുമില്ല. സന്തോഷം മാത്രമുള്ളൊരു ലോകം, അത് തീരാത്ത കാലം. ആ സ്വർഗം അനുഭവിച്ചുകൊണ്ട് വിജയിക്കുന്നവർ അത് മുഅ്മിനീങ്ങളാണ്. ആ ഈമാൻ അത് സംരക്ഷിക്കാനാണ്
ഏതൊരു മുസ്ലിമും ശ്രമിക്കുന്നത്. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നല്ലദീന കഫറു, വിശ്വസിക്കാത്ത കക്ഷികൾ, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും, നിങ്ങൾ അവരോട് നരകമുണ്ടെന്ന് തന്നെ താക്കീത് ചെയ്തിട്ടും കാര്യമില്ല, സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞും കാര്യമില്ല. ലാ യുമിനൂൻ, അവർ വിശ്വസിക്കൂല, അവരവരെ പാട്ട് പോയിക്കോട്ടെ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കടക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുപോലെയുണ്ട്. വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ, അവർ കേൾക്കേണ്ടത് ശരിക്കും കേട്ട് മനസ്സിലാക്കൂല, അതിനെ വിമർശിക്കാൻ നോക്കും, മനസ്സിലേക്ക് കടത്തൂല. വഅലാ അബ്സാരിഹിം ഗിശാവ, കണ്ടു മനസ്സിലാക്കേണ്ടത് കാണാൻ പറ്റാത്ത മൂടിയുള്ള മാതിരിയാണ്. വലഹും അദാബുൻ അളീം, അവർക്ക് ഭയാനകമായ ശിക്ഷ പിന്നീട് ലഭിക്കും, ഇവിടെ അല്ല, മരിച്ചതിന് ശേഷം ലഭിക്കും. ഇസ്ലാമിന്റെ വിശ്വാസമാണ്, ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണ്. എന്നാൽ ഒരു മൂന്നാം കമ്പനി ഉണ്ട്, അവരെയും കൊണ്ട് വലിയ ശല്യം. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് ഒരു വിഭാഗം, അവര് പറയും ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചു എന്ന് പറയും. വമാഹും ബിമുഅ്മിനീൻ, ഒരു നാവ് കൊണ്ടത് പറയുന്നുണ്ടെങ്കിലും അവർ വിശ്വസിച്ചവരല്ല നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയും, പക്ഷേ അവർ വിശ്വസിച്ചവരല്ല എന്ന് ഖുർആൻ പറയാൻ. അവരെന്താ പരിപാടി? അവർ അല്ലാഹനെ ചതിക്കാനുള്ള പരിപാടിയാണ്. അതുപോലെ വിശ്വസിച്ചവര് ഞങ്ങളും മുസ്ലിമാണെന്ന് പറഞ്ഞ് ചതിക്കാനുള്ള പരിപാടിയാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, അവരീ കപടന്മാരായി മനസ്സിൽ വിശ്വസിക്കാതെ ഞാനും മുസ്ലിമാണെന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ മുസ്ലിമീങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, പടച്ചവനൊന്നും സംഭവിക്കാനില്ല. അവർ യഥാർത്ഥത്തിൽ ചതിക്കുന്നത് അവരുടെ ശരീരത്തെയാണ്, അവർക്കതിൽ ബോധമില്ല. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദാ, അവർ രോഗം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, സുഖപ്പെടുന്നില്ല, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ, അവർക്ക് വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുണ്ട്. കാരണം ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറയുന്നത് കൊണ്ട്. അവർ വിശ്വസിച്ചു എന്ന് പറയാ, ഉള്ളിൽ അവർ വിശ്വസിച്ചില്ല, കളവ് പറയാണ്, അവർക്ക് വിശ്വാസമില്ല. അവരുടെ ലക്ഷണം എന്താണ്? നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കല്ലേ എന്നവരോട് പറഞ്ഞാൽ ഖാലു, അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നല്ലത് ചെയ്യുന്നവരാണ്. നിങ്ങൾ നാശം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ നല്ല ചെയ്യുന്നവരാണ്. ഉദാഹരണം ഞാൻ പറയണോ? എല്ലാവർക്കും അറിഞ്ഞൂടെ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ എന്ന് പറഞ്ഞു. സഹിഹായ ഹദീസല്ലേ അത്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലേ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ഒരു കൂട്ടർ പറഞ്ഞു അല്ല, പള്ളി പോലാണ് ഖൈർ. അവർ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വിശ്വസിച്ചില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വാഖിന്ന സ്വലാഹ്, സ്ത്രീകൾ അവര് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടെ, ആവശ്യത്തിന് അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ട. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ, പഴയ കാലത്ത് കഴിഞ്ഞുപോയ ജാഹിലിയ കാലത്തുള്ള സ്ത്രീകളെ പോലെ അവരെ ഭംഗി അവര് പ്രകടിപ്പിക്കാൻ പോകണ്ട. അവര് വീട്ടിൽ നിന്ന് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ. ഇങ്ങനെ പരിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ ഒരുപാട് ആശയങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ അത് സ്വീകരിക്കാൻ ഒരു കൂട്ടര് തയ്യാറല്ല. അവര് സ്ത്രീകളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അങ്ങനെയല്ലേ MCC അബ്ദുറഹ്മാൻ മൗലവി, MCC അഹമ്മദ് മൗലവി ഒരു പുസ്തകം എഴുതി, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്നാണ് അതിന്റെ പേര്. അതിൽ അയാൾ എന്ത് പറഞ്ഞു? മുസ്ലിം സ്ത്രീകളെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, ഖുർആനിനെ വെല്ലുവിളിക്കുകയാണ്.
സ്ത്രീകളെ അടിച്ച് പുറത്തിറക്കണമെന്ന് അദ്ദേഹം എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറങ്ങിപ്പോകുമ്പോൾ ശരീരം സ്ത്രീകൾ എത്ര മറക്കണം? അയാൾ പറഞ്ഞു, മുട്ടുപൊക്കലിനിടയിലും മറച്ചാൽ നല്ലതാണ്, വേണമെന്നില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയതല്ലേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ഖുർആൻ പറഞ്ഞത് അവര് മുഅ്മിനീങ്ങളാണോ? മുഅ്മിനീങ്ങളാണെങ്കിൽ അതവർക്ക് പറയാൻ കഴിയുമോ? ഇന്നാ ലില്ലാഹി യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, സ്ത്രീകൾ അവരുടെ മേലാടകൾ അവർ താഴ്ത്തിയിടണം, മാറ് കാണിക്കരുത്, മുടി കാണിക്കരുത്. എന്തിനധികം പറയണം, അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവർ നോക്കുമെന്ന് കണ്ടാൽ മുഖം തന്നെ കാണിക്കരുത്. അങ്ങനെയല്ലേ ഖുർആനും ഹദീസും പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ എന്തെല്ലാം പരിപാടിയാണ്. ഞാനിപ്പോൾ അടുത്ത് എൻ്റെ അടുത്തുണ്ട് ഒരു ക്ലിപ്പ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറയിലെ അംഗങ്ങൾക്കൊക്കെ അതൊന്ന് കേൾപ്പിക്കേണ്ടി വന്നു. കാരണം നമ്മൾ ആലിമീങ്ങളെ ഒന്നും നോക്കൂലല്ലോ. അവർക്ക് ഇത് നോക്കി നടക്കില്ല. അവർ ഖുർആൻ എടുത്ത് ഓതുകയും സലാത്തിലൊക്കെ അല്ലാതെ ഈ ക്ലിപ്പ് നോക്കി നടക്കാൻ അവർക്ക് പണി. സുബ്ഹാനല്ലാഹ്. 3 പെണ്ണുങ്ങൾ നിന്ന് പാട്ട് പാടുന്നു. എന്തിനാ പാട്ട് പാടുന്നത്? ആരോഗ്യം കിട്ടാനുള്ള ദുആയാ? അല്ല, ആരോഗ്യ പരിപാടിയാണ് എന്ന പേര്. 3 പെണ്ണുങ്ങൾ, 2 അമുസ്ലിം സ്ത്രീയും 1 മുസ്ലിം സ്ത്രീയും നിന്ന് പാട്ട് പാടുന്നു. പാട്ടിൽ എന്താ പറയുന്നത്? കടുത്ത കുഫ്ർ. അള്ളാഹിനോട് പറയാണ്, ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ്. അള്ളാഹ്ക്ക് മക്കളുടെ വിശ്വസിച്ചാൽ മുസ്ലിം ആവോ? അൽഹംദുലില്ലാഹില്ലദീ أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. ഖുർആൻ ഇറക്കിയത് തന്നെ പടച്ചവന് മക്കളുണ്ടെന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാനാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് റബ്ബുവിന് കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരെ തൊള്ളയിൽ നിന്ന് വന്ന വാക്കുണ്ടല്ലോ, പടച്ചവന് മകനുണ്ടെന്നോ മകളുണ്ടെന്നോ പറയുന്ന വാക്ക്, അത് വല്ലാത്ത ഗൗരവമുള്ള വാക്കായി പോയി. ഈ പച്ച കുഫ്ർ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എഴുന്നേറ്റ് പാടിയിട്ട് ക്ലിപ്പാക്കി വിടുകയാണ്. ആരോഗ്യം ഉണ്ടാക്കാനാണ് എന്നാ പറയുന്നത്. ഈ പാട്ടുപാടി ആരോഗ്യം ഉണ്ടാവുന്ന ഏത് വൈദ്യശാസ്ത്രത്തിലാ പറഞ്ഞത്? ഏത് ഡോക്ടറാ പറഞ്ഞത്? പടച്ചവന് മക്കളുണ്ട് എന്ന് പാടിയാൽ അതുകൊണ്ട് എന്ത് ആരോഗ്യമാ കിട്ടുന്നത്? ഈമാൻ നശിക്കലല്ലാതെ അതിന്റെ ഫലം എന്താണ്? ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ 100 കാര്യങ്ങൾ പറയാനുണ്ട്. അത് പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുമ്പോ അല്ല, ഞങ്ങള് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പാടുന്നതിന് വിരോധമില്ല. ഇവിടെ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നവരുണ്ട്, എന്തെല്ലാം പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇസ്ലാമിൽ അത് പറ്റൂല. ഈമാനുള്ളവന്റെ ഈമാൻ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ പാട്ട് പാടാൻ പറ്റൂല. ആ നിലക്ക് സ്ത്രീകളെ ഇറക്കാൻ പറ്റൂല. അത് മുസ്ലിം പണ്ഡിതന്മാര് അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അതേ എന്റെ അതാ തലയിലേക്ക് അബൂ ദർ ഗിഫാരി തങ്ങൾ പറഞ്ഞതുപോലെ വാളെടുത്തിട്ട് ഇങ്ങനെ മൂർദാവിൽ വെച്ചിട്ട് അള്ളാന്റെ ദീന് പറയാൻ എനിക്ക് അവസരം തന്നാൽ ആ വാള് കൊണ്ട് വെട്ടി നുറുക്കപ്പെടുന്നത് വരെ ഞാൻ പറയും എന്നല്ലേ സഹാബത്ത് പറഞ്ഞത്. സഹീഹുൽ ബുഖാരിയിലുള്ളത്. പരിശുദ്ധ ദീനിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തടയിടാൻ ആർക്കും തന്നെ ഇവിടെ സാധ്യമല്ല. അതൊന്നിന്റെ പേരിലുമായ എന്തിന്റെ പേരിലായ ഈ കുഫ്ർ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയോ? എന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പാടുക, ഓ ചൈതന്യമേ. എന്ത് ചൈതന്യം? അല്ലാഹ് ചൈതന്യ. അള്ളാഹുവിനെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്? ഇത് മുസ്ലിം പെണ്ണ് പാടുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. ക്രിസ്ത്യാനികളായ സ്ത്രീകൾ പാടിയാൽ നമ്മളൊന്നും പറയൂല, അത് അവരുടെ വിശ്വാസം. അവർക്ക് ചിലപ്പോൾ മക്കളുടെ വിശ്വാസം ഉണ്ടാവും. അതേപോലെ വേറെ ഏതെങ്കിലും മതക്കാര് പാടിയാൽ നമുക്കതിനും പറ്റുന്ന പറയാനില്ല, അത് അവരുടെ വിശ്വാസം. മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ട് എന്തിനിങ്ങനെ പാടിക്കണം? ഇസ്ലാമിൽ വിശ്വസിക്കുന്ന സ്ത്രീകളെ എന്തിനിങ്ങനെ കുഫറിലേക്ക് കൊണ്ടുപോകണം? എന്തിന് അവരെ അന്യപുരുഷന്മാരുടെ കൂടെ നിന്ന് ഒന്നിച്ച് ഇമാമും ജമാഅത്തുമായിട്ട് ഇമാമും മൗമൂമികളുമായിട്ടുള്ള തുള്ളൽ?
ഇന്നാലില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടൊക്കെ മുസ്ലിം സ്ത്രീകളെ പള്ളി കൊണ്ടുപോകണമെന്ന് പറയുന്ന ചില കക്ഷികളുണ്ട്. പക്ഷെ അവരും പള്ളിയിൽ ഇമാമിന്റെ നേരെ ബാക്കിൽ പെണ്ണുങ്ങളെ നിർത്താറില്ലല്ലോ. അവര് വേറെ തന്നെ ഒരു മറയൊക്കെ കെട്ടി ആ മറേന്റെ അപ്പുറല്ലേ നിർത്താറുള്ളൂ. ഇതങ്ങനല്ല. പിന്നെ കളിക്കുന്ന ഒരു ഇമാം, ആ ഇമാമിന്റെ നേരെ ബാക്കിൽ ആണും പെണ്ണൊക്കെ എന്നിട്ട് ഒന്നിച്ച് തുള്ളല്. അല്ല, യുവതികൾ വന്ന് രാവിലെ തന്നെ തുള്ളല് വല്ലാത്ത സൽക്കർമ്മം തന്നെ. ഇതിനെതിരെ പണ്ഡിതന്മാരൊന്നും പറയാൻ പറ്റൂല അല്ലേ? ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര വിഷയങ്ങൾ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് അങ്ങനല്ലേ? ഗേൾസ് സ്കൂളില്ലേ ഇവിടെ? കുടുംബശ്രീ ഇല്ലേ ഇവിടെ? അതുപോലെ തന്നെ ഷീ ടോയ്ലറ്റ് ഇല്ലേ ഇവിടെ? അതുപോലെ വനിതാ പോലീസ് ഇല്ലേ ഇവിടെ? സുബ്ഹാനല്ലാഹ്, വനിതാ കമ്മീഷൻ ഇല്ലേ ഇവിടെ? ഇതുപോലെ തന്നെ സ്ത്രീക്ക് കയറാൻ മുന്നിലെ ഡോറ് പറയുന്നില്ലേ ഇവിടെ? അതുപോലെ സ്ത്രീകൾക്ക് ഇരിക്കാൻ റിസർവ് ചെയ്ത സീറ്റില്ലേ ഇവിടെ? അവർക്ക് യാത്ര ചെയ്യാൻ വനിതാ കമ്പാർട്ട്മെന്റ് ഇല്ലേ ഇവിടെ? ഷീ ടാക്സികളില്ലേ ഇവിടെ? അതുപോലെ തന്നെ സ്ത്രീകൾക്കായി കായിക രംഗങ്ങളില്ലേ ഇവിടെ? സ്ത്രീകൾക്കായി തൊഴിലുറപ്പ് പദ്ധതിയില്ലേ ഇവിടെ? സ്ത്രീകളെ പാർപ്പിക്കാൻ വനിതാ ജയിലില്ലേ ഇവിടെ? അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമമില്ലേ ഇവിടെ? ഇതിലൊന്നും ഒരു മീഡിയക്ക് ഒരു പ്രശ്നമില്ല, ഒരു പാർട്ടിക്കാരനും പ്രശ്നമില്ല, സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആക്കുന്നതിന് പ്രശ്നമില്ല. അതേ സമയത്ത് പിന്നെ എന്ത് വേണം? രാവിലെ തന്നെ യുവാക്കളും യുവതികളും ഒന്നിച്ചു തുള്ളണം. അതിന് ആലിമീങ്ങളൊക്കെ ഫത്വ കൊടുക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 100 വർഷത്തോളമായി സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവന്ന് ആണും പെണ്ണും സങ്കലനം നടത്താൻ ശ്രമിച്ച മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അത് വിജയിപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ അത് വിജയിപ്പിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ചുളിവില് ഇവിടെ വന്നിട്ട് ദീൻ നശിപ്പിക്കാൻ വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഉലമാക്കൾക്ക് കഴിയൂല. ഇവിടെ ദീൻ ദീനായി തന്നെ പറയും. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. മൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. വിശ്വസിക്കുന്നവന് വിശ്വസിക്കാം, തള്ളുന്നവന് തള്ളാം. ആലിമീങ്ങൾക്ക് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, വേദനയോടെ പറയാൻ. അള്ളാഹുവിന്റെ ദീൻ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, സ്ത്രീകളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നിയമം എത്രത്തോളം എന്നറിയോ? വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. ഇത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, ഖുർആനിലുള്ളതാണ്. സ്ത്രീകളെ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളെ കാലിന് പാദസരം ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കരയുന്ന ചെരുപ്പ് ധരിച്ചുകൊണ്ടോ അല്ലാതെയോ നിങ്ങളെ കാലിന്റെ ശബ്ദം പോലും മറ്റുള്ളവർ കേൾക്കാൻ ഇടം വരരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ആ സ്ത്രീകളെ പച്ചയായി കൊണ്ടുവന്ന് പുരുഷന്മാരുടെ കൂടെ തുള്ളിക്കുന്ന ഒരു ഏർപ്പാട് അതെങ്ങനെ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അതിലേക്ക് ഇനിയും കിടന്ന് സംസാരിക്കുന്നില്ല. ഓരോരുത്തർക്കും ഏൽപ്പിച്ച പണി ഓരോരുത്തർ ചെയ്യണം. ഉലമാഇന് ആലിമീങ്ങൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്ത ജോലി അത് ദീൻ പറയലാണ്, ഖുർആൻ പറയലാണ്, ഹദീസ് പറയലാണ്. അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അവർ വെള്ളം കുടിക്കുന്നത് പടച്ചവന്റേതാണ്, അവർ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന്റെ ഭക്ഷണമാണ്, അവർ ശ്വസിക്കുന്നത് അള്ളാഹു നൽകിയ ഓക്സിജനാണ്. അവരുടെ ശരീരത്തിലെ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും റബ്ബ് കൊടുത്തതാണ്. അവരുടെ എല്ലും പല്ലും തോലും റബ്ബ് കൊടുത്തതാണ്. അവരുടെ രോമവും പല്ലു എല്ലാം അള്ളാഹു കൊടുത്തതാണ്. ആ അള്ളാഹുവിനോടാണ് ഒന്നാമത്തെ കടപ്പാട്. ആ പടച്ചവന്റെ ഖുർആൻ മൂടി വെക്കാൻ മൗലവിമാരെ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് കഴിയൂല. പരിശുദ്ധ ഖുർആൻ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഹദീസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ തറക്തു ഫീകും അംറൈനി ലൻ തദുല്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. അല്ലാഹുവിന്റെ ഖുർആനും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയും മുറുകെ പിടിച്ചാ പഴിച്ചു പോവില്ല. നബി തങ്ങൾ നേരത്തെ പറഞ്ഞതാ. അത് രണ്ടും ഇവിടെയുണ്ട്, ഖുർആനുണ്ട്, ഹദീസുണ്ട്. അതുകൊണ്ടല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖർജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പെൺകുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ
സ്ത്രീകളുണ്ട്. പക്ഷേ അതിൽ നിന്നൊരൊറ്റ സ്ത്രീ പോലും ഒരു ജുമഅക്ക് പങ്കെടുക്കാനോ ജമാഅത്തിന് പങ്കെടുക്കാനോ പുറപ്പെട്ടു പോയതായി നമ്മൾ പരിശോധിച്ചിട്ട് കാണുന്നില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ ലഅമറൂഹുന്ന ബിഹി. സഹാബത്തും അതുപോലെ സ്ത്രീകൾക്ക് അനുമതി കൊടുത്തത് കാണുന്നില്ല. എന്തേ കാരണം? അവർ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരാണ്, ഹദീസ് അനുസരിച്ച് ജീവിച്ചവരാണ്. ആ ഹബീബ് നബി തങ്ങളെ തള്ളിയിട്ട്, സഹാബത്തിനെ തള്ളിയിട്ട് ഇവിടെ ഒരു പുതിയ മതം കൊണ്ടുവരാൻ ഏത് മൗലവിമാര് ശ്രമിച്ചാലും അതിനെ പിന്തുണക്കാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർക്ക് കഴിയൂല. ഇതുപോലെ സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിച്ചോളണം. ഞാൻ ഒളുവെടുത്തിട്ടാണ് നിസ്കരിച്ചത്, ഔറത്ത് മറച്ചിട്ടാണ് നിസ്കരിച്ചത്, ഖിബലക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ വെള്ളിയാഴ്ച ജുമഅക്ക് 2 റക്അത്താണ് നിസ്കരിച്ചത്. അത് വെള്ളിയാഴ്ച വലിയ പുണ്യദിനമല്ലേ എന്ന് വെച്ച് 4ആക്കാൻ പറ്റൂല. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് നിസ്കരിക്കുമ്പോൾ ഖിബലക്ക് തിരിഞ്ഞ് നിസ്കരിച്ച നബി തങ്ങൾ ഖുതുബ ഓതുമ്പോൾ അവിടുന്ന് ജനങ്ങളിലേക്ക് തിരിഞ്ഞാണ് ഖുതുബ ഓതിയത്. അതങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അതേ ആ ഖുതുബയിൽ പ്രാർത്ഥന നടത്തുമ്പോൾ പോലും അതേ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് തന്നെയാണ് പ്രാർത്ഥന നടത്തേണ്ടത്. ദുആയല്ലേ എന്ന് വിചാരിച്ച് ഖുതുബ ഓതുന്ന ഇമാമ് അതാ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഖിബലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ടാണെങ്കിൽ ഇമാമിനോട് തിരിഞ്ഞിരിക്കാനാ പറഞ്ഞത്. തിരിഞ്ഞിരുന്നിട്ടാണ് അദ്ദേഹം അത് നിർവഹിക്കേണ്ടത്. കുറച്ച് ദിവസം മുമ്പ് ഒരു മുതഅല്ലിം എൻ്റെ അടുത്ത് പഠിച്ച ആൾ തന്നെയാണ്. അദ്ദേഹത്തിനെ ഇമാമത്ത് നിർത്തി. അയാള് ഓതി നിസ്കാരം കഴിഞ്ഞ് ദ്വാരക്കാനിരുന്നു. അപ്പൊ ദിക്റൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം സാധാരണ എല്ലാവരും ഇരിക്കും പോലെ വലതു ഭാഗം മോമുങ്ങിലേക്കും ഇടതു ഭാഗം ഖിബലയിലേക്കും ഒക്കെ ഇരുന്നു. ദ്വാരക്കാൻ ഒന്നങ്ങട്ട് തിരിഞ്ഞിരുന്നു ഖിബലക്ക്. ഞാൻ മെല്ലെ പിന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഖുതുബവും എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഖുതുബവും തിരിഞ്ഞു നിന്നില്ല. ദ്വാരക്ക എങ്ങനെ ചെയ്യാൻ പറഞ്ഞ പോലെ ചെയ്യണം, മാറ്റം വരുത്താനൊന്നും പറ്റില്ല. അതാണ് ശരി. ഇരിക്കട്ടെ. അങ്ങനെ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ നബിതങ്ങളുടെ ജീവിതത്തിലോ സഹാബത്തിന്റെ ജീവിതത്തിലോ അയിമ്മത്തിന്റെ ജീവിതത്തിലോ 1400ഓളം കൊല്ലം അല്ലെങ്കിൽ 1300ഓളം കൊല്ലം ജീവിച്ച ഒരു മുസ്ലിം പണ്ഡിതനും അതാ അല്ലാഹുവിന്റെ റസൂൽ ജുമുഅ നിസ്കരിച്ചതുപോലെ അല്ലാതെ നിസ്കരിച്ചില്ല. അതെങ്ങനെ? ജുമുഅ നിസ്കരിച്ച അതേ ഭാഷയിൽ ഖുതുബ നിർവഹിച്ചു, ഖുതുബ ഓതിയ അതേ ഭാഷയിൽ നിസ്കാരം നിർവഹിച്ചു. ഖുതുബക്കൊരു ഭാഷ, നിസ്കാരത്തിനൊരു ഭാഷ. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് ജുമുഅയുമല്ല. അത് ഏത് നാട്ടുകാരനായാലും റഷ്യയിലോ അമേരിക്കയിലോ ബ്രിട്ടനിലോ അല്ല കേരളത്തിലോ പുറത്തോ ആരായാലും ഖുതുബ അറബിയിലല്ലാതെ നിർവഹിക്കുന്ന ഏർപ്പാട് മുസ്ലിം സമുദായത്തിന് മുൻഗാമികളിലില്ല. അതല്ലേ ഫതുഹുൽ മുഈൻ ലിത്തിബാഇ സലഫി വൽ ഖലഫി. മുൻഗാമികളും പിൻഗാമികളും ചെയ്തത് അറബിയിൽ മാത്രമുള്ള ഖുതുബ. അതേ സമയത്ത് അറിവില്ലാത്തതിന്റെ പേരിൽ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നവരോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കർമ്മ നിയമങ്ങൾ കർമ്മശാസ്ത്ര നിയമങ്ങൾ കൂടുതൽ പഠിക്കാത്തവരോ അറിവ് കേടുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ഉപദേശിക്കണം, നന്നാക്കാൻ നോക്കണം. നന്നാകുന്നില്ലെങ്കിലോ അവരെ കൊള്ള തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പിന്നെ ഇല്ല. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനിന് മാറ്റമില്ല, മാറ്റം വരുത്താൻ പറ്റില്ല. ദീന് ദീനായി തന്നെ നടക്കണം, അതിന് മാറ്റമില്ല. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ദീൻ മാറ്റിമറിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഖുതുബയുടെ ഭാഷ മാറ്റി എല്ലാവരെയും ജുമുഅ ബാത്തിലാക്കി. ഒരു കൂട്ടര് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുണ്ടോ? അത് പറ്റൂല. അത് അറബിയിൽ തന്നെ. നബിതങ്ങൾ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഖുർആനിലോ ഹദീസിലോ ഏതെങ്കിലും ഒരു ലൈഫായ ചരിത്രത്തിലോ നബിതങ്ങളുടെ ജീവിതത്തിൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതി എന്ന് കാണിച്ചു തരാൻ പറ്റും? ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചു എന്ന് കാണിച്ചു തരാൻ പറ്റും? ഇവിടെ ഖുർആനും ഹദീസും സ്വീകരിക്കണം, തെളിവ് സ്വീകരിക്കണം. അല്ലാതെ ആരോ എവിടെയോ ചെയ്താലൊന്നും ഇവിടെ തെളിവാവൂല. ഓ സുഹൃത്തുക്കളെ,
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആൻ ഓതി തന്നു. ആ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, അതേ ബദർ യുദ്ധത്തിൽ സഹായിക്കാൻ അദാബി 50,000 മിനൽ മലായികത്തി മുസവ്വിബീൻ 5000 മലക്കുകളെ സഹായത്തിന് അല്ലാഹു ഇറക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു അതിന്റെ ശേഷം വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. പിന്നെ നേരത്തെ അല്ലാഹ് പറഞ്ഞില്ലേ ബദരീങ്ങളെ മലക്കുകൾ സഹായിച്ചു എന്ന് ഖുർആനിൽ തന്നെയില്ലേ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ എന്താണ്? അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ല. മുജാഹിദീങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം ബുദ്ധി തീരെ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ഇപ്പൊ വരുമ്പോൾ ഒരാളെ ക്ലിപ്പ് കപ്പിച്ചത് മുജാഹിദിന്റെ സമ്മേളനത്തിന് എന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് പ്രചരണത്തിന് എങ്ങനെയുണ്ട്? ഇത്ര ഗതികെട്ട് പോയല്ലോ ഈ സമൂഹം ഞാൻ വിചാരിക്കും. അവരെ കൂട്ടത്തിൽ ഒരൊറ്റ മൗലവിനെ ആരും വിശ്വസിക്കാത്തോണ്ടായിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എല്ലാ സഹായവും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അവിടെയല്ലേ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അല്ലെ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു നമ്മൾ എല്ലാ സമയം പറയുന്നില്ലേ? ഏത് മലക്ക് മുഖേന സഹായം കിട്ടിയാലും, ഏത് അമ്പിയാക്കൾ മുഖേന കിട്ടിയാലും, ഔലിയാക്കൾ മുഖേന കിട്ടിയാലും, ഡോക്ടർ മുഖേന കിട്ടിയാലും, എഞ്ചിനീയർ മുഖേന കിട്ടിയാലും, അതാ ഗവൺമെന്റ് മുഖേന കിട്ടിയാലും, ഉദ്യോഗസ്ഥന്മാര് മുഖേന കിട്ടിയാലും, ആരോഗ്യമുള്ളവൻ മുഖേന കിട്ടിയാലും, ധനികന്മാര് മുഖേന കിട്ടിയാലും, ആര് മുഖേന എന്ത് സഹായം കിട്ടിയാലും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, ആ സഹായം അല്ലാഹുവിൻ്റെതാണ്. പിന്നെ സൃഷ്ടികളെല്ലാം നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. മരുന്നിന്റെ സഹായം കൊണ്ട് രോഗം മാറി എന്ന് പറയും. അതിനർത്ഥം രോഗം മാറ്റിയത് മരുന്നാണ് എന്നല്ല, മരുന്ന് നിമിത്തമാണ്. മന്ത്രിച്ചിട്ട് രോഗം മാറി എന്ന് പറയും, അതേ മന്ത്രം നിമിത്തമാണ്. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ ഒരുപാട് നിമിത്തങ്ങളുണ്ട്. അതാ നേർച്ച ചെയ്തിട്ട് രോഗം മാറി എന്ന് പറയും, നേർച്ച നിമിത്തമാണ്. അതേ സദഖ ചെയ്തിട്ട് മാറി എന്ന് പറയും, അതേ സദഖ നിമിത്തമാണ്. ഖുർആൻ ഓതിയിട്ട് രോഗം മാറി, അതേ ഖുർആൻ നിമിത്തമാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് രോഗം മാറി, സ്വലാത്ത് നിമിത്തമാണ്. രോഗം മാറ്റുന്നവൻ ഒന്നേ ഉള്ളൂ, ഇന്നക അന്തശ് ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹ് നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. ഇത് മന്ത്രിക്കുമ്പോൾ പോലും പറയുന്നതാണ്, ഹദീസിലുള്ളതാണ്. അപ്പൊ ആ അല്ലാഹുവിന്റെ സഹായം ബദരീകൾ മുഖേന കിട്ടിയെന്ന് പറയുക, ഔലിയാക്കൾ മുഖേന കിട്ടിയെന്ന് പറയുക, അത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞ ആ ക്ലിപ്പെടുത്തിട്ട് അതാ ബദരീങ്ങളോട് സഹായം ചോദിച്ചൂടാന്നല്ലേ ഈ മുസ്ലിയാര് പറഞ്ഞത് എന്നാണ് ഈ വിവരമില്ലാത്തവന്റെ ചോദ്യം. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പറയാത്ത വാചകം അവന്റെ വകയിൽ ദജ്ജാളുകളുടെ സ്വഭാവമാണല്ലോ കബളിപ്പിക്കൽ. പറഞ്ഞതൊന്ന് വ്യാഖ്യാനിക്കുന്നത് മറ്റൊന്ന്. ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവർക്ക് എന്റെ വാചകമാണോ ദുർവ്യാഖ്യാനിക്കാൻ കഴിയാത്തത്? അല്പവും ഹയാ ഇല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു തന്നെ മലക്കുകൾ സഹായിച്ചു എന്ന് പറയുന്നു. ആ റബ്ബ് തന്നെ സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് പറയുന്നു. ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല. അല്ലാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന കിട്ടുകയാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാന അല്ലാഹു അലീമൻ ഹകീമാ. ഖുർആനല്ലേ, അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്. ആ സൈന്യത്തിന്റെ സഹായം സൃഷ്ടികൾക്ക് ലഭിക്കും. അതല്ലേ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. പടച്ചവൻ തന്നെ കൊടുക്കുന്ന കാര്യമാണ്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി. മനുഷ്യന് മുന്നിലും പിന്നിലും ഒക്കെ അതാ കാവൽ കൊടുക്കുന്ന മലക്കുകളുണ്ട്, കാവൽ കൊടുക്കുന്ന മഹാത്മാക്കളുണ്ട്. യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. പടച്ചവന്റെ ഉത്തരവിനാൽ അവരതാ മനുഷ്യന് കാവൽ കൊടുക്കുന്നു. എന്നാൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിദൻ വഹുവ അർഹമുർ റഹീമീൻ. ഏറ്റവും കാവൽ കൊടുക്കുന്നവൻ റബ്ബല്ലയോ, അവന്റെ കാവൽ മലക്കുകൾ മുഖേന കൊടുക്കുമെന്ന് ഖുർആൻ. ഇതുപോലെ നമ്മൾ ചൊല്ലാറില്ലേ, ബദരീങ്ങൾ കാവലിലേകല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു തന്നെയാണ് കാവൽ നൽകുന്നത്. ബദരീകൾ മുഖേനയാണ്. മറ്റൊരു സ്ഥലത്ത് പോലീസ് മുഖേനയാണ്, വേറൊരു സ്ഥലത്ത് കോടതി മുഖേനയാണ്, മറ്റൊരു സ്ഥലത്ത് ആരോഗ്യമുള്ളവൻ മുഖേനയാണ്. എല്ലാ കാവലും കൊടുക്കുന്നവൻ അല്ലാഹു തആല അവന്റെ സൈന്യം മുഖേന കാവൽ കൊടുക്കുന്നു. ആ സൈന്യമാണ് മലക്കുകൾ, ആ സൈന്യമാണ് അൽ അർവാഹുൽ മുഖദ്ദസ, മഹാത്മാക്കൾ. അവര് മുഖേന സഹായം കിട്ടുമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്
വിശ്വസിക്കുന്നു. അത് തന്നെയല്ലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖബറിന്റെ സമീപത്ത് വന്നിട്ട് ചോദിച്ചില്ലേ, ഇസ്തസ്ഖിലി ഉമ്മതിക യാ റസൂലല്ലാഹ്. അങ്ങനെ ചോദിച്ച വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ അതിന് കട്ടക്കട്ട സപ്പോർട്ട് നൽകിയില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്? അത് സഹീഹായ ഹദീസാണെന്ന് അസ്ഖലാനി തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്നു കസീർ പറഞ്ഞില്ലേ? അങ്ങനെ സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ സമീപത്ത് വന്ന് നബി തങ്ങളെ വിളിച്ച് സഹായം തേടിയ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അറിഞ്ഞപ്പോ അതിന് 100% സപ്പോർട്ട് നൽകിയില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബിന് ശിർക്ക് അറിയില്ലായിരുന്നു, കുഫർ അറിയില്ലായിരുന്നു. മുജാഹിദ് ജമാഅത്തിന്റെ ആശയം ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഇല്ലാത്തതല്ലേ? അവിടുന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയത് അംഗീകരിക്കാൻ കാരണം, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്ന സ്വർഗ്ഗത്തിലേക്ക് ഇല്ലെന്നാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് കടക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് ഇല്ലെന്നാണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ 2 ബാങ്ക് ക്യാൻസൽ ചെയ്തിട്ട് പൂനൂരിലും പരിസരങ്ങളിലുമുള്ള പുത്തൻവാദികളോട് ഞാൻ ചോദിക്കുന്നു, ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ നബി തങ്ങളല്ലേ? ആ സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടെന്നാണോ? ഖുലഫാഉർ റാഷിദീങ്ങളെ വിട്ടിട്ട് എന്ത് ദീനാണ്, എന്ത് ഇസ്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും വിട്ടിട്ട് ഒരു ദീനുണ്ടോ? നിങ്ങൾക്ക് ഖുർആൻ ഒന്ന് അംഗീകരിച്ചുകൂടെ? വസ്അബീഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹ് പറഞ്ഞില്ലേ, സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹ് പൊരുത്തപ്പെട്ടു. ആ പൊരുത്തപ്പെട്ട ടീം സഹാബത്തിനെ അംഗീകരിക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ടാണ് കപട വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയാണ്, അവരങ്ങനെ പല പരിപാടികളും നടത്തിയിട്ട് ജനങ്ങളോട് പറയും, ഞങ്ങൾ ഇസ്ലാഹിന്റെ ആളുകളാണ്, ജനങ്ങളെ നന്നാക്കാനാണ്, ആരോഗ്യം കൊടുക്കാനാണ്, അവരെ ദീന് ശരിപ്പെടുത്താനാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നാൽ ആ കക്ഷികളെ സംബന്ധിച്ച് റബ്ബ് പറയാണ്, വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അലാ, അറിഞ്ഞോളണേ, ഹുമുൽ മുഫ്സിദൂൻ, അവരാണ് ഫസാദ് ഉണ്ടാക്കുന്നവർ. വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അവർക്ക് ആ ബോധമില്ല. അവർ ഈ ഫസാദ് ഉണ്ടാക്കിയിട്ട് സ്വർഗ്ഗത്ത് കടക്കാന്നാ വിചാരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ്. വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അവരോട് പറയപ്പെട്ടാൽ ആമിനൂ, നിങ്ങൾ വിശ്വസിക്കുവീൻ, കമാ ആമനന്നാസ്, സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് വിശ്വസിച്ചതുപോലെ, അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുപോലെ, അലി ഇബ്നു അബീ താലിബ് വിശ്വസിച്ചതുപോലെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിശ്വസിച്ചതുപോലെ, ഐഷ ബീവി വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ ഖാലൂ, അവരെ മറുപടി, അനൂമിനു കമാ ആമന സുഫഹാ, അവർ നേരം വെളുക്കാത്തവരാണ്, അവർ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റാത്തവരാണ്, അവർ പോയത്തക്കാരാണ്, യാഥാസ്ഥികന്മാരാണ്, വിഡ്ഢികളാണ്, അവർ വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. ഇതാണ് അവരെ മറുപടി. വലാകില്ല യഅലമൂൻ, പക്ഷേ ആരാണ് വിഡ്ഢികളെന്നവർ അറിയുന്നില്ല. അവർ വിഡ്ഢികളാണ്, അറിവില്ലാത്തവരാണെന്ന് അവർക്കറിയില്ല. അവരുടെ ധാരണ സഹാബത്തിനെ പിന്തുടരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് വിവരമില്ലാത്തവർ എന്നാണ് അവരുടെ ധാരണ. ഈ ധാരണ വെച്ച് പുലർത്തുകയാണ്. എന്നാലോ അവരുടെ മറ്റൊരു സ്വഭാവം എന്താണ്? മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ മുസ്ലിമീങ്ങളുടെ അടുത്ത് എത്തിയാ ഖാലു, അവർ പറയും ആമന്നാ, ഞങ്ങളൊക്കെ വിശ്വസിച്ച മുസ്ലിമീങ്ങളാണ്. വൈദാ ഖലൂ ഇലാ ശയാത്തീനിഹിം, അവർക്ക് ഇത്തരം ദുർമന്ത്രങ്ങൾ കൊടുക്കുന്ന പൈശാചിക ചിന്തയുള്ള ആളുകളെ സമീപത്തെത്തിയാൽ ഖാലു, അവർ ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ കേട്ടോ, ഇന്നമാ നഹ്നു മുസ്തഹ്സിയൂൻ, ഞങ്ങൾ മുസ്ലിമാന്ന് പറഞ്ഞ് അവരെങ്ങനെ കളിയാക്കാണ്. മുസ്ലിമായാൽ മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായ മുസ്ലിമായിട്ട് ആശയം സ്വീകരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ ആശയം പിന്തുടർന്ന് ജീവിക്കുന്നവരാണോ യഥാർത്ഥ മുസ്ലിം? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഈമാനുള്ളവരെ അല്ലാഹു വിളിക്കാൻ, ഈമാനുള്ളവരെ വിളിച്ചു കേട്ടോ, മറ്റുള്ളവർക്കൊന്നും ബാധകല്ല. ഓ ഈമാനുള്ളവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി കടന്നോളൂ. എന്തിനാ ഇത്? ഈ ആയത്ത് എന്തിനാ ഇറങ്ങിയത്? ഒട്ടകത്തിന്റെ വാലൂടി കയറ്റി.
ഒട്ടകത്തിന്റെ പാൽ കുടിക്കൽ വുജൂബാ സുന്നത്താ? അല്ല. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നൽ സുന്നത്താ? അല്ല. വുജൂബാ? അല്ല. പിന്നെ എന്തേ പ്രശ്നം? അത് യഹൂദികളുടെ ഒരു ആചാരമായി. ഒട്ടകത്തിന്റെ പാല് കുടിക്കലും ഒട്ടകത്തിന്റെ മാംസം തിന്നലും യഹൂദികളുടെ വിശ്വാസപ്രകാരം പാടില്ല. അവരുടെ ഒരു ആചാരം എന്ന നിലക്ക് അത് കുടിക്കാതിരുന്നപ്പോൾ, അത് തിന്നാതിരുന്നപ്പോൾ ഇറങ്ങിയതാണ് ഈ ആയത്ത്. വേറൊരു മതത്തിന്റെ ആചാരമായ ഒരു കാര്യം അത് നമ്മൾ അത് സ്വീകരിക്കാൻ പറ്റൂല. കാരണം അപ്പൊ പിന്നെ നമുക്ക് നിലനിൽപ്പില്ല. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതാ, ഉറച്ച മുഅ്മിനാണ്, സ്വഹാബിയാണ്. പക്ഷേ ആ ഒരു മതത്തിന്റെ ആചാരം നിലനിർത്തിയപ്പോൾ ഖുർആൻ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങൾ മുഅ്മിനീങ്ങൾ തന്നെ, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തൊന്നും പോയില്ല, പക്ഷേ ഉദ്ഖുലു ഫിസ്സിൽമി കാക്ക, ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് ഇസ്ലാമിലേക്ക് കടക്കണേ. അപ്പൊ മുസ്ലിമീങ്ങൾ പൂർണ്ണ മുസ്ലിമീങ്ങളാകണം. അവിടെ പിന്നെ കുറെ അവരെ കൂടെ കുറെ ഇവരെ കൂടെ അങ്ങനെ ഒരു ഇസ്ലാമില്ല. ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. നമ്മൾ കുട്ടികൾക്ക് സ്റ്റാർ വരച്ചു കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ അധ്യാപകന്മാർ സ്റ്റാർ വരച്ചു കൊടുക്കും. കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പരിപാടി. അത് തെറ്റൊന്നുമില്ല. അവർ പ്രത്യേക മതത്തിന്റെ ആചാരമൊന്നുമില്ല. കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള പരിപാടി. പക്ഷേ ഒരു ക്രിസ്തു മതത്തിന്റെ ആചാരം എന്ന നിലക്ക്, അതെ, ക്രിസ്തുമസിനോടനുബന്ധിച്ച് നമ്മളാരും സ്റ്റാർ തൂക്കൂല. കാരണം അത് വേറൊരു മതത്തിന്റെ ആചാരം എന്നുള്ള സ്റ്റാറിനോട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. വേറൊരു മതത്തിന്റെ ആചാരം അത് ജീവിതത്തിൽ കൊണ്ടുവരില്ല. അങ്ങനെയാണ് പരിപൂർണ മുസ്ലിമായ ഇസ്ലാമിൽ പൂർണ്ണമായി കടക്കണം. അങ്ങനെ ഏത് വിഷയത്തിലും ഇസ്ലാം അത് പൂർണ്ണമായി കടക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് ഒരു മാതൃകാ പുരുഷനാകുക. അതാണ് ഖുർആൻ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരുടെ സവിശേഷതകൾ എണ്ണി പറഞ്ഞിട്ട് റബ്ബ് പറയാണ്, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഭാര്യമാരെയും ഇണകളെയും അതുപോലെ മക്കളെയും സന്താന പരമ്പരകളെയൊക്കെ തരണം. അതേ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അതേ ഇമാം ബുഖാരിയെ പോലുള്ളവർ വിവരിച്ചത് എന്താണ്? അതേ, നഖ്തദി മൻ ഖബ്ലനാ വയഖ്തദി ബിനാ മൻ ബഅദനാ. ഞങ്ങളെ ശേഷമുള്ളവർക്ക് ഞങ്ങൾ മാതൃകയാകണം, ഞങ്ങൾ മുൻഗാമികളെ മാതൃകയാക്കി ജീവിക്കുന്നവരാകണം. അങ്ങനത്തെ ഒരു ടീമാക്കി തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നവർ, അവർക്കാണ് സ്വർഗം. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. അവർ ക്ഷമിച്ച് ജീവിക്കുന്നതിനാൽ അവർക്കാണ് സ്വർഗം ലഭിക്കുന്നത്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഇവിടെ നിരീശ്വരവാദികളെയും മതവിരോധികളുടെയും കയ്യടി കിട്ടൂല അല്ലേ? എന്നാ സ്വർഗത്തിലങ്ങ് ചെല്ലുമ്പോ മലക്കുകളതാ സലാമുൻ അലൈക്കും തിബ്തും എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുന്നു. ആ സ്വീകരണം കിട്ടണമെന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാർ, അത് കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഈമാനുള്ളവർ, അവർക്ക് ഇവിടുത്തെ സ്വീകരണമോ ഇവിടുത്തെ കയ്യടിയോ ഇവിടുത്തെ ഫോട്ടോ വരലോ ഇവിടുത്തെ ബഹുമാനമോ അവർക്കൊരു പ്രശ്നമല്ല. ഈമാന് വേണം, ഈമാനും തഖ്വയും വേണം. ഉഇദ്ദത്തിലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അതൊരായത്താണ്, സൂറത്തുൽ ഹദീദിലുള്ള ആയത്താണ്. വേറൊരായത്തിൽ وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാർ. നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. മുസ്ലിമായാലും അമുസ്ലിമായാലും കുടുംബബന്ധം ചേർക്കണം. മുസ്ലിമായാലും അമുസ്ലിമായാലും അയൽവാസിക്ക് നന്മ ചെയ്യണം. ഒരു അമുസ്ലിമിനോടും മുസ്ലിമിനോടും കളവ് പറയരുത്, ആരെയും ചതിക്കരുത്, ആരോടും വാക്ക് ലംഘിക്കരുത്, ആരെയും ആക്രമിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്. എത്ര വിശാലമാണ് ഖുർആനിന്റെ സമീപനം. ആ സമീപനം സ്വീകരിച്ച് ഒരു നല്ല വ്യക്തിയായി ജീവിക്കണം. തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, അക്രമകാരിയാകരുത്, വർഗീയവാദിയാകരുത്. നമ്മുടെ മുൻഗാമികൾ ജീവിച്ചു വന്നതുപോലെ
ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്, മമ്പർ തങ്ങൾ ജീവിച്ചിട്ടുണ്ട്, ഉമർ ഖാദി റഹിമഹുല്ലാഹ് ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെയുള്ള മറ്റ് സഹോദര സമുദായങ്ങളിലൂടെ സൗഹാർദ്ദത്തോടെയാണ് ജീവിച്ചത്. ആ സൗഹാർദ്ദം വെച്ച് പുലർത്തണം. അവർ ജീവിക്കുന്ന കാലത്ത് ഇവിടെ ഭരണം നടത്തിയത് അമുസ്ലിം സഹോദരന്മാരാണ്, സാമൂതിരി രാജാവാണ്. അതിന്റെ പേരിൽ അവരൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. അതേസമയത്ത് വൈദേശികാധിപത്യത്തിനെതിരെ അവർ ശബ്ദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആ ശബ്ദമുയർത്തിയപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ രാജ്യത്തുള്ള സാമൂതിരി രാജാവ് ഭരിക്കുമ്പോൾ അദ്ദേഹം അമുസ്ലിം ആയതുകൊണ്ട് ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. ഇവിടെ വർഗീയതയൊന്നും ഇസ്ലാമിലില്ല, സുന്നത്ത് ജമാഅത്തിന്റെ മുൻ നേതാക്കൾക്കും ഇല്ല. അത് പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന അതേ സമുദായമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. 2013 ഒരു ചാനൽ വാർത്ത ഇന്ന് ഞാൻ കേട്ടു. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമ്മിശ്ര വിദ്യാഭ്യാസം പാടില്ല, വേറെ വേറെ വിദ്യാഭ്യാസം നടത്തണം. ആ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴത്തെ പരിപാടി എന്താ? പള്ളി കമ്മിറ്റിയിൽ വരെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുകയാണ്, മിമ്പർമലും മിഹ്റാബിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്ന ഒരു കോലം. ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വഞ്ചിക്കുന്ന, മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്ന പുത്തനാശയങ്ങളിൽ ഒന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. നമ്മുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ കാണിച്ചു തന്ന വഴി ഖാജാ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അഹ്മദുൽ കബീർ ദിഫായി, ഇബ്രാഹിം ദസ്സൂഖി, അബുൽ ഹസൻ ശാദിലി, അങ്ങനെ തുടങ്ങി അഹ്മദുൽ ബദവി ഖദ്ദസല്ലാഹു അസ്റാറഹും. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും, അതിനു മുമ്പ് കഴിഞ്ഞു പോയ താബീഈങ്ങളും സഹാബികളും ഒക്കെ പഠിപ്പിച്ച വഴി, ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആലിമീങ്ങൾക്ക്, സയ്യിദന്മാർക്ക്, നേതാക്കൾക്ക്, പ്രവർത്തകർക്ക്, സഹായികൾക്ക്, സഹകാരികൾക്ക് ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. മഹാനായ അബേലത്ത് തങ്ങളവറുകൾ അല്ലാഹുവേ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. നേരത്തെ ഇവിടെ മൊയ്തു മുസ്ലിയാർ സംസാരിക്കുമ്പോൾ സിറാജുൽ ഹുദയെ കുറിച്ച് പറഞ്ഞു. സിറാജുൽ ഹുദയിൽ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത വിധം ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദീങ്ങളും ഒക്കെ വെട്ടിപ്പിടിച്ച് മഖ്ബറയൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് അങ്ങനെ വലിയ നാശമുണ്ടാക്കിയ കുറ്റ്യാടിയിൽ ഓലഷെഡ് കെട്ടിയിട്ട് ഒരു മദ്രസ തുടങ്ങാൻ വിചാരിച്ചു. മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാനൊരു വലിയ ആലിമിനെ പോയി ക്ഷണിച്ചു. പക്ഷേ അന്ന് എൻ്റെ അടുക്കൽ കാറില്ല. ഇന്നും ഞാൻ വന്ന് വേറൊരുത്തന്റെ കാറില്ല. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അന്ന് ഒരു ടാക്സി കൂട്ടിയിട്ടാ പോയത്. പക്ഷേ ആ ആലിമി വലിയ മഹാനാണ്. ആ ആലിമിന്റെ അടുക്ക പോയത് ടാക്സി കൂട്ടി പോയത് കൊണ്ട് ചോർന്നു പോയി. അന്ന് ഇന്നത്തെ കുറ്റിയാടിയല്ല, അത് ആ വാർത്ത ചോർന്നു പോയി. അതുകൊണ്ട് ആ ആലിമിന് പോയാരോ മുടക്കി. അപ്പൊ മൂപ്പര് വരൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മഹാനായ മർഹൂം അബേലത്ത് തങ്ങളോട് പറഞ്ഞു, തങ്ങൾ വന്ന് മദ്രസ തുടങ്ങി തരണം. ആ ഓലഷെഡിൽ ബഹുമാനപ്പെട്ട തങ്ങളാണ് മദ്രസ തുടങ്ങി തന്നത്. സിറാജുൽ ഹുദയുടെ കീഴിൽ ആദ്യം ഉണ്ടാക്കിയ സ്ഥാപനം മദ്രസ, ഷെഡിലുള്ള മദ്രസ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം മുമ്പ് 80ഓളം ഹാഫിളീങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഞാൻ ഈ ഭാഗത്തൊന്നും വന്ന് ആരെയും വിളിച്ചിട്ടില്ല, ആരെയും ക്ഷണിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു വലിയ സമ്മേളനം ഉദ്ദേശിച്ചിട്ടില്ല. ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമ്മേളനം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതൊരു വലിയ ബർക്കത്തോടെ ആകണമെന്നുള്ള എനിക്ക് സുൽത്താനുൽ ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റയീസുൽ ഉലമയെ ക്ഷണിച്ചിട്ടുണ്ട്, അലിബാബയ്ക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, അബദർ ഉസ്താദ് തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുസമൂഹത്തെ എവിടെയും പോയി ക്ഷണിച്ചിട്ടില്ല. പക്ഷേ അവേലത്ത് കുഞ്ഞുമോൻ തങ്ങൾ അവറുകളെ ഞാൻ വിളിച്ചിട്ട് നിങ്ങളും വരണം, അനുജന്മാരും വരണം, കഴിയുന്നവരൊക്കെ വരണമെന്ന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം തങ്ങളെ ഒരു കാലത്തും മറക്കാൻ പറ്റൂല, അവേലത്ത് കുടുംബത്തെയും മറക്കാൻ പറ്റൂല.
ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മുടെ നേതാക്കളും നമ്മുടെ സയ്യിദന്മാരും ആലിമീങ്ങളും പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമക്കും സയ്യിദ് അലി ബാഫഖി തങ്ങൾക്കും മറ്റ് നമ്മളെ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ആലിമീങ്ങൾക്കും റഈസുൽ ഉലമക്കും പൊന്മള ഉസ്താദിനും കൊട്ടൂർ ഉസ്താദിനും കുമ്പോൾ തങ്ങൾക്കും അതേ ബദർ സാദാത്ത് തങ്ങൾക്കും അലി ബാഫഖി തങ്ങൾക്കും നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും എല്ലാ പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും നമുക്കും അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ വഫാത്തായി പോയ എല്ലാവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഫാത്തിഹ തുടങ്ങുമ്പോൾ ഞാൻ എത്തിയിരുന്നില്ല. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. പ്രത്യേകിച്ചും എൻ്റെ ഉമ്മയുടെ ആണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. നമ്മുടെ കുറ്റിയാടി സിറാജുൽ ഹുദ തുടങ്ങുമ്പോൾ മദ്രസയിൽ ഷെഡിൽ വെള്ളം കയറി. കുട്ടികളെ മദ്രസ മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മേലേക്ക് പറഞ്ഞു. ബിൽഡിങ് ഇന്നലെ മരിച്ചുപോയ അസനാജിയുടേതായിരുന്നു. ഞാനും അവിടുത്തെ ഉസ്താദുമാർ പലരും അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭക്ഷണം അദ്ദേഹത്തിൻ്റെതാണ് കഴിക്കാറ്. അദ്ദേഹം വലിയ സേവനം ചെയ്ത ഒരാളായിരുന്നു. ഇന്നലെയാണ് മരിച്ചുപോയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും ഖബറിലും അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഇന്നലെ നമ്മുടെ അസൂസ് കാഫിയുടെ ഉമ്മ മരിച്ചു. അള്ളാഹു അവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ മഹാന്മാരുടെയും മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സ്നേഹിച്ചവരുടെയും സഹായിച്ചവരുടെയും ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഐശ്വര്യവും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഖൈറിൻ്റെ ഖജനാവുകളൊക്കെ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനെ. ഷർറിൻ്റെ എല്ലാ വാതിലുകളും നീ അടക്കണം റഹ്മാനെ. ഞങ്ങളിൽ ആര് എന്ത് രോഗമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മുത്തവലിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തീരെ സുഖമില്ലാതെയായി. ഒരു ദിവസം 2.25 ലക്ഷത്തിൻ്റെ ഓപ്പറേഷൻ, പിറ്റേന്ന് 1.25 ലക്ഷത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആശുപത്രിയിൽ കഴിയുകയാണ്. നീ ആ കുട്ടിക്ക് പരിപൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ ഏത് മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാർ, ഏത് മുഅ്മിനീങ്ങൾ എവിടെ ആരോഗ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ എല്ലാവർക്കും നീ ആരോഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും നീ പരിപൂർണമായ ആരോഗ്യം തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ, ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകളിൽ, കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ, ഏത് മഈശത്തിന്റെ വഴി തേടുന്നവരുണ്ടോ അവർക്കെല്ലാം നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. എവിടെ ആര് വിദേശത്തോ നാട്ടിലോ എന്ത് പ്രയാസമുള്ളവരുണ്ടോ നീ അത് നീക്കിക്കൊടുക്കണം റഹ്മാനെ. ആര് പാവങ്ങൾ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ടോ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആർക്ക് എന്ത് കടലാസുകൾ ഏത് പെർമിറ്റുകൾ ശരിയാകാനുണ്ടോ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ആർക്ക് എന്ത് വിറ്റ് കിട്ടേണ്ടതുണ്ടോ വാങ്ങിക്കിട്ടുന്നതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹു, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. വിവാഹം നടക്കേണ്ട ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. നീ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. വരുമ്പോഴും ഭാര്യ ഗർഭിണിയാണ്, സമയം തികഞ്ഞിട്ടില്ല, ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ആളുണ്ട്. അല്ലാഹുവേ, നീ സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടിയെ നൽകണം റഹ്മാനെ. അതുപോലെ എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, എന്ത് കടങ്ങളുണ്ടോ നീ ഏറ്റെടുത്ത് വീട്ടി തരണം റഹ്മാനെ. കടപ്പാട് വീട്ടാതെ മരിപ്പിക്കരുത് റഹ്മാനെ. ഞങ്ങൾ ഖൽബിൽ കിബ്ർ, ഇജ്ബ്, റിയാ, ഹസദ്, അമലി, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഖളബ് തുടങ്ങിയ രോഗങ്ങളൊന്നും തന്നേക്കരുത് റഹ്മാനെ. ഞങ്ങൾ ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളാരും മഅസൂമിങ്ങളായ നബിമാരല്ല.
മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ഞങ്ങളിൽ ആര് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരുണ്ടോ, നീ കൽപ്പിച്ചത് എന്തൊഴിഞ്ഞു പോയവരുണ്ടോ, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്, ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിചവറുകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ശുദ്ധീകരിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ നീ ശുദ്ധീകരിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇനി ജീവിക്കുന്ന കാലം എത്ര സമയമാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് വർഷങ്ങളാണോ, മാസങ്ങളാണോ, ആഴ്ചകളാണോ, ദിവസങ്ങളാണോ, മണിക്കൂറുകളാണോ, മിനിറ്റുകളാണോ, ഞങ്ങൾക്കൊരറിവുമില്ല. അല്ലാ, ഞങ്ങൾക്ക് ബാക്കിയുള്ള സമയം തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഇതുവരെ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളാരെയും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. മനഃപൂർവ്വം നിന്റെ ദീനിൽ ഞങ്ങൾ വഞ്ചന നടത്തിയിട്ടില്ല. അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളൂ. അല്ലാഹുവേ, ആ ഒരു കാരണത്താൽ വ്യക്തി ജീവിതത്തിൽ ഞങ്ങളിൽ എന്താപാകത വന്നെങ്കിലും, എന്ത് തെറ്റുകൾ വന്നുപോയെങ്കിലും നിനക്കത് മാപ്പ് തരാൻ അധികാരമുണ്ടല്ലോ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും മാപ്പ് നൽകണം അല്ലാ. ഞങ്ങളാരെയും ശിക്ഷിക്കരുത് അല്ലാ. ഞങ്ങൾക്ക് ദീർഘകാലം നിന്റെ ദീനിന്റെ ഇൽമു പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും നീ കബൂൽ ചെയ്യുന്ന നിലക്കുള്ള അമലുകൾക്ക് തൗഫീഖ് തരണം അല്ലാ. ഞങ്ങളെ ഖൽബിൽ ഉദ്ദേശിച്ച പദ്ധതികളൊക്കെ നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണം അല്ലാ. തുടങ്ങിയത് നീ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു തരണം അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പഴയ പോലെ നിന്ന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ ഉറൂസ് പരിപാടിയെ കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചിട്ടില്ല. അഫ്ളലുൽ അമാലി അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി വെറുക്കുക. നമ്മൾ ഖാജാ മൊയ്നുദ്ദീൻ അജ്മീരി തങ്ങളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാതെ ഖാജാ തങ്ങൾ നമുക്ക് കട്ടൻ ചായ വാങ്ങി തന്നിട്ടല്ല. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയാണ്. അത് ഏറ്റവും വലിയ അമലാണ്. അവരുടെ അനുസ്മരണങ്ങളും അവരെ ഓർമ്മിക്കലും അവരെ ഫാത്തിഹ ഓതലും അതെല്ലാം വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തുടക്കാണ്. എല്ലാവരും ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുകയും കൃത്യമായി പരിപാടികളിൽ പങ്കെടുക്കുകയും വേണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുന്നു. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.